രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ മാധ്യമങ്ങളെ കാണുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഹാസ്യത്തോടെയും രോഷത്തോടെയും ഒക്കെ മറുപടി പറഞ്ഞിരുന്ന ഒരു ജനാധിപത്യ കാഴ്ചയ്ക്ക് കൂമ്പടഞ്ഞു പോകാത്തൊരു പഴയ കാലത്താണ് 2002 ഏപ്രിൽ 2-ന് ഗുജറാത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു വാർത്താ സമ്മേളനം. അന്ന് സംസ്ഥാനത്തുണ്ടായൊരു സമാനതകളില്ല നരവേട്ടയിൽ ഗുജറാത്ത് കലാപത്തിൽ വെട്ടിവറച്ച രാജ്യമനസാക്ഷി പൊള്ളിപ്പൊടിഞ്ഞുപോയ കാലമാണ്. അന്ന് രാജ്യവുമുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, പ്രധാനമന്ത്രി അടൽജി മനുഷ്യ നിലവിളികൾ ആർത്തനാദങ്ങളുടെ കാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ എന്നൊരു ചോദ്യം കാത്തിരുന്ന മട്ടിൽ താമസം വിനാ പ്രധാനമന്ത്രിയുടെ മറുപടി, ഭരണാധികാരി ഭരിക്കപ്പെടുന്നവർക്കിടയിൽ വിവേചനം കാണിക്കരുത്, ഗുജറാത്ത് മുഖ്യമന്ത്രി രാജധർമ്മം പാലിക്കണം. ആ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടത്തൊരു ചെറുപുഞ്ചിരിമായെന്ന മുഖ്യമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ മുഖത്തെ ചിരിമായ്ച്ച മറുപടിയാണ്. 22 ആണ്ടുകൾക്കിപ്പുറം ജനാധിപത്യം ചുരുങ്ങുന്നുവെന്ന ആശങ്കയുടെ രാജ്യതലസ്ഥാനത്ത് ഒരു സമരമുഖത്ത് കോണ്ടക്സ്റ്റ് വേറെയെങ്കിലും അതേ ധർമ്മത്തെക്കുറിച്ച് വീണ്ടും പ്രധാനമന്ത്രിയെ പഠിപ്പിക്കുകയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, അതിൻ്റെ മുഖ്യമന്ത്രിമാർ. അവിടെ ഡൽഹിയിലും കേരളത്തിലും കർണാടകയിലും പഞ്ചാബിലും ബംഗാളിലും അടക്കം 70 കോടി മനുഷ്യർ ഞങ്ങൾ നിങ്ങളുടെ കണ്ണിലെന്താ ഇന്ത്യക്കാരല്ലേ, എന്തിനാണ് ഈ പക എന്ന് ചോദിക്കുന്നുണ്ട്. വേട്ടകളിൽ പതറാത്ത സമരവും ഭരണവും കൈവെള്ള പോലെ അറിയാവുന്ന രാജ്യതലസ്ഥാനത്തിന്റെ സമരനായകൻ അങ്ങനെ അങ്ങേയറ്റം അർഹിക്കുന്ന ഫണ്ടുകൾ വെട്ടിക്കഴുത്തു ചിരിച്ചും ഗവർണർമാരെ വിട്ട് പ്രതിപക്ഷ ഭരണങ്ങൾ കോഞ്ഞാട്ടയാക്കിയും അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിട്ട് വേട്ടയാടിയും പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് എന്തിനീ യുദ്ധപ്രഖ്യാപനം എന്ന ഗല്ലികളെ അറിയാവുന്ന നേതാവിന്റെ വാക്കുകൾ ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നലെ മോദിയുടെ പരിഹാസങ്ങൾ കണക്കെ പരിഹസിച്ചു തള്ളാവതല്ല. ഏറ്റവും ചെറിയ വിഷയങ്ങൾക്കും പരിഹാരം തേടി സുപ്രീം കോടതിയിൽ പോകേണ്ടി വരുന്നത്, പൗരന്റെ അവകാശമായ ഫണ്ട് തേടി ജന്തർ മന്ദറിൽ സമരമിരിക്കേണ്ടി വരുമ്പോൾ രാജ്യത്തോടാണ് കെജ്രിവാളിന്റെ ചോദ്യം, ക്യാ ബത്തമീസി ഹേ, എന്തൊരു കഷ്ടമാണ്. കേന്ദ്രമെന്ന വാക്കൊഴിവാക്കി യൂണിയൻ സർക്കാർ എന്ന് ബോധപൂർവ്വം പലയാവർത്തി പറഞ്ഞു തിരസ്കാരത്തിന്റെ കൈപ്പുള്ള കണക്കുകൾ നിരത്തിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ, ഡൽഹിയുടെയും പഞ്ചാബിന്റെയും സമാന വേദനകൾ, സ്റ്റേറ്റ് ഓട്ടോണമി എന്ന തീജ്വാലയെ കെടുത്തിക്കളയാൻ നിങ്ങൾക്കാവതില്ല എന്ന സ്റ്റാലിന്റെ വാക്കുകൾ, ഇന്നലെ കർണാടകത്തിന്റെ സമരം, ഇന്ന് കോൺഗ്രസ് മുഖം തിരിച്ചു നിന്നെങ്കിലും ജനാധിപത്യ ചുരുക്കത്തിന്റെ ഒരു വല്ലാത്ത കാലത്ത് ജന്തർ മന്ദർ പ്രതീക്ഷയാണ്, അത് ചരിത്രത്തിലേക്കുള്ള പോരാട്ട തുടക്കമാണ്. അങ്ങനെ കത്തിക്കയറി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പൂർത്തിയാക്കുന്നു, കേന്ദ്രമേ കാലം മാറും, അന്ന് ഞങ്ങൾ ഈ പ്രതിപക്ഷം അവിടെയും നിങ്ങൾ അധികാരകാലം കഴിഞ്ഞ് പ്രതിപക്ഷത്തേക്ക് ഇറങ്ങുന്ന ഒരു കാലമുണ്ട്, അപ്പോഴും ഈ നിയമങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും, ഒന്ന് കാണാം തിരിച്ചടി. പോരാട്ട വീര്യങ്ങൾക്കും ആഹ്വാനങ്ങൾക്കും അപ്പുറം തുടർ സമരങ്ങൾക്ക് ചരിത്രത്തിലേക്കുള്ള നാന്ദിയാവട്ടെ, കരുത്തോടെ പാറട്ടെ ഈ മഹാരാജ്യ തലസ്ഥാനത്ത് കേരളം നാട്ടിയൊരു സമര പതാക. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിന്റെ ഫെഡറലിസമാണ് രാജ്യത്തിന്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. മതനിരപേക്ഷതയാണ് രാജ്യത്തിന്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട്. और ये तो किसी को भी कर दे, कल मुझे पकड़ के जेल में डाल देंगे, विजयन साहब को पकड़ के जेल में डाल देंगे, स्टालिन साहब को पकड़ के जेल में डाल देंगे, सीतारामैया साहब को पकड़ के जेल में डाल देंगे, तो ये अब ये किसी भी को भी पकड़ के जेल में डाल देंगे, उसकी सरकार तोड़ देंगे और फिर अपनी सरकार बना लेंगे. ये क्या चल रहा है? चक्र घूमता है. समय बड़ा बलवान है, अहंकार मत करो. भगवान ना करे कल समय का चक्र जब घूमेगा और तुम इधर होगे और हम उधर होंगे, कहीं ऐसा ना हो कि यही कानून तुमको खाने के लिए दौड़े उसके बाद. അടുത്ത സമ്പത്ത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ബി ഗോപാലകൃഷ്ണൻ ഒരു ചർച്ചയിലാണ് ഞാൻ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നലെ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൃത്യമായി 3 കാരണങ്ങൾ എണ്ണി പറയുന്നു. എങ്ങനെയൊക്കെയാണ് കേന്ദ്രം സംസ്ഥാനങ്ങളെ വേട്ടയാടുക, 1 എങ്ങനെയാണ് ഫണ്ടുകൾ വെട്ടിച്ചുരുക്കി, 2 എങ്ങനെയാണ് ഗവർണർമാരെ വിട്ട്, 3 എങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ വിട്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി. ഏറ്റവും കൂടുതൽ ഹേമന്ത് സോറൻ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നു. ഇനിയാണ് അവിടെ കർണാടകയുടെ സമരം. എന്തായിരുന്നു മുദ്രാവാക്യം? ചലോ ദില്ലി, ലെറ്റ്സ് ഗോ ഫോർ ഫിനാൻഷ്യൽ ജസ്റ്റിസ്. 1,87,000 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. മൈ ടാക്സ് മൈ റൈറ്റ് എന്നതാണ് കർണാടകയുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൽ നിന്ന് കേരളത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഭിന്നമാകുന്നത് എങ്ങനെയാണ്? ഈ മുദ്രാവാക്യങ്ങൾ കോൺഗ്രസിന് ഏതാണ് യോജിക്കാൻ കഴിയാത്ത മുദ്രാവാക്യം? ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഹാഷ്മി, ഇവിടെ BJP സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഇന്നലെ കർണാടകയും ഇന്ന് കേരളവും ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരം നടത്തി. സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാർ കഴിഞ്ഞ 7.5 വർഷം, 7.25 വർഷം, 8 വർഷത്തോളം ആകുന്നു ആ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ച്
ഇത്തരത്തിൽ സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് BJP-യുടെ ഭാഗത്തു നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാനങ്ങളോട് അവഗണന ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ അവഗണന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ BJP-ക്കെതിരായി ഇന്നലെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമരമുണ്ടായി. താങ്കൾ പറഞ്ഞതുപോലെ ടാക്സ് മാത്രമല്ലായിരുന്നില്ല അവിടുത്തെ പ്രശ്നം. അവിടെ സംസ്ഥാനത്ത് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. അവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ ക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. ബസ് യാത്ര പരിപൂർണമായും സൗജന്യമാക്കി കൊടുത്തു. അടിസ്ഥാന അങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം കേന്ദ്രത്തിൽ നിന്നുണ്ടാവുന്ന ഫണ്ടിന്റെ ഭീമാകാരമായ ചുരുക്കം ചൂണ്ടിക്കാണിക്കുന്ന ആരൊക്കെയാണ്? ഭീമാകാരമായ ചുരുക്കം ചൂണ്ടിക്കാണിക്കുന്ന കർണാടകയാണ്, പഞ്ചാബാണ്, ഡൽഹിയാണ്, അല്ലേ? ഒട്ടുമിക്ക എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുമാണ്. ആ സമരത്തോട് ചേർന്ന് നിൽക്കാൻ കോൺഗ്രസിന് മടിയെന്താണ് ചാമക്കാല? ഞാൻ പറയുന്നത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് താങ്കൾ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ്? യെസ് ഓർ നോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. താങ്കൾക്ക് ഞാൻ പറഞ്ഞു വന്നതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഞാൻ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. സാമ്പത്തിക പ്രശ്നമാണ് കർണാടകയുടെ പ്രശ്നമെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. സമയം കളയുന്നില്ല. അവിടെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകിയതുൾപ്പെടെ, അവിടെ 200 യൂണിറ്റ് വൈദ്യുതി എല്ലാവർക്കും സൗജന്യമായി നൽകുന്നതുൾപ്പെടെ, അതുപോലെ തന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, അത് ഡിഗ്രി കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും ആദ്യത്തെ ഒരു വർഷം 2000 രൂപ കൊടുക്കുന്നതുൾപ്പെടെ, എല്ലാ സ്ത്രീകൾക്കും ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് 2000 കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവിടെ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പൂളിൽ ലഭിക്കേണ്ട തുകയെ സംബന്ധിച്ചുള്ള തർക്കമുണ്ട്. അത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത് സമരം ചെയ്യുന്നത്. ഒപ്പം അവിടെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ വർഷങ്ങൾ ജസ്റ്റ് തർക്കമേ ഉള്ളൂ കർണാടകയ്ക്ക്. ജസ്റ്റ് തർക്കമേ ഉള്ളൂ കർണാടകയ്ക്ക്. കിട്ടാൻ തുകയുണ്ട് എന്നത് വളരെ ലൈറ്റായി ഒരു തർക്കമുണ്ട്, അത് പരിഹരിക്കണം എന്നതാണോ കർണാടകയുടെ ആവശ്യം? അങ്ങനെ ഞങ്ങൾ DK ശിവകുമാറും സിദ്ധരാമയ്യയും ഈ തണുപ്പത്തും ചിന്തർമത്തും നിൽക്കേണ്ട കാര്യമുണ്ടോ ചാമക്കാല? താങ്കൾ എന്നെ അങ്ങ് ഉദ്ദേശിപ്പിക്കായിരിക്കും. ഞാൻ സംസാരിക്കട്ടെ, താങ്കളുടെ ഭാഷയിൽ ഞാൻ സംസാരിക്കണം. താങ്കളുടെ ഇൻട്രോയ്ക്ക് അനുസരിച്ച് ഞാൻ വാക്കുകൾ പറയണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാനൊന്ന് പറഞ്ഞു വരട്ടെ, ഞാനൊന്ന് ചൂടായി വരട്ടെ. താങ്കൾ തുടക്കത്തിൽ ചൂടായിട്ടല്ലേ? അപ്പോൾ എന്താ പ്രശ്നം? ഇവിടെ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട നികുതി പണത്തിൻ്റെ വക അവർക്ക് കിട്ടേണ്ട വിഹിതം ലഭിക്കണം എന്നൊരാവശ്യമുണ്ട്. ഒപ്പം ആ സംസ്ഥാനത്ത് നടക്കുന്ന കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കാത്തതിനെ സംബന്ധിച്ച്, അതിന് നൽകേണ്ട പദ്ധതികളെ സംബന്ധിച്ച്, നിരവധി പദ്ധതികളെ സംബന്ധിച്ച് കേന്ദ്രത്തിന് മുന്നിൽ പ്രപ്പോസൽ വെച്ചിട്ട് അത് അംഗീകരിക്കാത്തതിനെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിന് സമ്പത്ത് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടിയാണ് അവിടെ സമരം നടന്നിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചും കേരളത്തിന് കിട്ടാനുള്ള വിഹിതം ലഭിക്കണം എന്നാണ് പറയുന്നത്. കേരളത്തിന് കിട്ടാനുള്ള വിഹിതത്തെ സംബന്ധിച്ച് അവർ പറയുന്നത് 50,000-നും 60,000-നും ഇടയ്ക്ക് കോടി രൂപ അവർ ലഭിക്കാനുണ്ട് എന്ന് പറയുന്നു. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഇത്രയും പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 7.5 വർഷമായി ഈ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷം കേരളത്തിലെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മോശമാണ്. തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള തുക കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം. പക്ഷേ ഇവിടെ ഇത് ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സാമാന്യമായ ഈ സാമ്പത്തിക അച്ചടക്കം നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അങ്ങനെ പാലിക്കണം എന്ന് നിരവധി തവണ UDF ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. UDF ഇതിനെ സംബന്ധിച്ച് നിരവധി തവണ ധവളപത്രം പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ധവളപത്രം പുറപ്പെടുവിക്കണമെന്ന്. അതിന് തയ്യാറായിട്ടില്ല. മാത്രമല്ല അവർ ഈ പറയുന്ന 57,000 കോടിയുടെ സ്പ്ലിറ്റപ്പിനെ സംബന്ധിച്ച് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഒരു ഭാഗത്ത് മറ്റൊന്ന് പറയുന്നു, മറ്റൊരു ഭാഗത്ത് കോടതിയിൽ പോകുമ്പോൾ മറ്റൊരു ആവശ്യമുണ്ട്. കോടതിയിൽ എന്താ ആവശ്യം? കടമെടുപ്പ് പരിധി പരിപൂർണ്ണമായും ഇല്ലാതാക്കണം. പ്രായോഗികമായും നടപ്പുള്ള കാര്യമല്ല. എന്തായാലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് അവിടെ ഇരിക്കട്ടെ. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഈ 57,000 58,000 കോടി കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അത് സ്പ്ലിറ്റപ്പ് പറയേണ്ടതില്ലേ? അത് എങ്ങനെയാണെന്ന് പറയേണ്ടതില്ലേ? ഇനി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ധാരാളിത്തത്തെക്കുറിച്ച് അതിനപ്പുറത്ത് നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന 57,000 കോടി പിടിക്കുകയാണെങ്കിൽ 57,000 കോടി ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ചോദിച്ചു ഒരു അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ. Will the Minister of Finance be pleased to state? ചോദ്യം ഇതാണ്. Whether the government is aware that the Finance Department of Kerala government has released a statement that there is a reduction of to around rupees 57,000 crores of central assistance in terms of tax revenues and central grants to schemes to the state of Kerala. മൂന്നാമത്തെ ചോദ്യം. The reasons for this drastic reduction of central assistance of rupees 57,000 kodi to Kerala and the components of central assistance on which the reductions are reflected എന്നൊക്കെ ചോദ്യത്തിന് പങ്കജ് ചൗധരിക്ക് കൃത്യമായി വേണമെങ്കിൽ മറുപടി പറയാം. താങ്കൾ ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ 57,000 കോടി ഒന്നും ഇല്ല, അത്രയൊന്നും ഇല്ല എന്ന മറുപടി പറയാം. അങ്ങനെ മറുപടി ഇതിലില്ല. ഉത്തരത്തിന് 57,000 കോടി കേന്ദ്രം കൊടുക്കാനില്ല എന്നതില്ല ജ്യോതികുമാർ ചാമക്കാല. ഏതൊക്കെ കാലത്ത് എന്താണ് കേന്ദ്രം സംസ്ഥാനത്ത് കൊടുക്കാനുള്ള വിഹിതം എങ്ങനെ എന്നുള്ള ഒരു ചട്ടപ്പടി മറുപടിയാണിത്. അപ്പൊ കേന്ദ്രത്തിനും കേന്ദ്രം വ്യക്തത വരുത്തണ്ടേ? രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം 57,000 കോടിയിൽ കേന്ദ്രത്തിന് വ്യക്തത വരുത്തണ്ടേ? കേന്ദ്രം വ്യക്തത വരുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ എന്തായാലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ
സമ്പത്താണെന്നാണ്. അതെ അതെ. ഞാൻ ഒരു കാര്യം ഹാഷ്മിയോട് ചോദിക്കട്ടെ. ഈ സംസ്ഥാനത്ത് GSTയുടെ കോമ്പൻസേഷൻ 2017 മുതൽ 2022 വരെയാണ് കേന്ദ്രം നമുക്ക് നൽകിയിരുന്നത് നിയമപ്രകാരം പാർലമെന്റ് പാസാക്കിയ നിയമമനുസരിച്ച്. അപ്പോൾ 2017 മുതൽ 2022 വരെ, അതായത് മുൻ വർഷങ്ങളെക്കാൾ പിന്നെ നമ്മുടെ ടാക്സിലെ ഗ്രോത്ത്, GST വഴിയുള്ള ഗ്രോത്ത് 14% അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല, മുൻവർഷത്തെ അപേക്ഷിച്ച് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. അത് കോമ്പൻസേറ്റ് ചെയ്ത രീതിയിലുള്ള തുക നൽകുമെന്ന് പറഞ്ഞിരുന്നു. 2022 അവസാനിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ 2022 ശേഷം ഞങ്ങൾക്ക് 12,000 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് കിട്ടാനുള്ള തുകയാണോ, ആഗ്രഹിക്കുന്ന തുകയാണോ? ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ മരം കാണുകയും കാട് കാണാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മരം കാണുകയും കാട് കാണാതിരിക്കുകയുമാണ്. 80കളിലെ 3.9% നിന്ന് 2.45%, പിന്നീട് 1.92%, കുത്തനെ കൂപ്പൂത്തി ഇടിഞ്ഞു കിടക്കാണ് നമുക്ക് കിട്ടുന്ന ഡെവല്യൂഷൻ. അപ്പോഴാണോ നിങ്ങൾ സാർ 1.92% പറയുമ്പോൾ എത്ര കോടിയുടെ കുറവാണ് കേരളത്തിൽ കിട്ടുന്നത്? അപ്പൊ ഈ GST, ഇപ്പൊ ഞാൻ പറഞ്ഞ GST കോമ്പൻസേഷൻ കിട്ടിയ കാലത്തോളം സാർ, GST കോമ്പൻസേഷൻ കിട്ടിയ കാലത്ത് ഇതിൽ നിന്ന് ഒരു പരിധിവരെ സമാധാനം ഉണ്ടായിരുന്നു. അത് കിട്ടാത്തപ്പോൾ നമ്മൾ കരയും, കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനുടനെ സാങ്കേതികത പിടിക്കുകയാണ് ചാമക്കാല ചെയ്യേണ്ടത്. കേരളത്തിനൊപ്പം നിൽക്ക്. അല്ല ശ്രീ പിന്നെ മുൻ MP ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ താങ്കളോട് നമ്മൾ തമ്മിലൊന്ന് സംവദിക്കാം, ഈ വിഷയത്തെക്കുറിച്ച് തന്നെ സംവദിക്കാം. താങ്കൾ പറയുന്നു ഒരു കേന്ദ്രം പാസ്സാക്കിയ ഒരു നിയമം GST പോലും സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പ്രാപ്തിയായിട്ടില്ല, അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ നമ്മുടെ ധനകാര്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു. നമുക്കറിയാം ഏതായാലും 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം ആഗ്രഹിക്കുന്നത് തെറ്റുന്നില്ല. പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഞങ്ങളുടെ റൈറ്റ് ആണ് എന്ന് പറഞ്ഞതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ വരാം. താങ്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. താങ്കൾ ഒരു ആങ്കറാണ്, താങ്കൾ നിയന്ത്രിക്കുന്ന ആളാണ്. താങ്കൾ പറഞ്ഞു ഡെവല്യൂഷനെ സംബന്ധിച്ച്, ഡെവല്യൂഷൻ 14 കേട്ടോളൂ, ഞാൻ കൃത്യമായിട്ട് കേട്ടോളൂ, നമുക്ക് സംബന്ധിച്ച് തന്നെ പോവാം. താങ്കൾ പറഞ്ഞു എന്താ 10ാം ധനകാര്യ കമ്മീഷനിൽ നമുക്ക് ഡെവല്യൂഷനായി ലഭിച്ചിട്ടുള്ളത് 3.48 ആണ്. ഒരു തർക്കവുമില്ല. അതിനുശേഷം നോക്കൂ, 13ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴത്തേക്ക് അത് 2.3 ആയി കുറഞ്ഞു. 14ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴത്തേക്ക് അത് 2.5 ആയി. 15ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴത്തേക്ക് 1.98 ആയി കുറഞ്ഞു. ശരിയാണ്. ഇനി ഞാൻ താങ്കളോട് തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുക്കുന്നത് നിങ്ങളുടെ കേൾക്കുന്നേ, ഞാൻ പറഞ്ഞു തീർക്കുന്നേ. താങ്കൾ ഈ പറയുന്ന ചുരുക്കത്തിന് കാരണം കൂടി എന്താണ് ചാമക്കാല? പോകാതെ ഹാഷ്മി, ഞാനും ഇത് എന്തോ ആയിക്കോട്ടെ, ഞാൻ ബാക്കി പറഞ്ഞു കേട്ടിട്ട് അവിടെയാണ് പ്രധാന കാരണം കിടക്കുന്നത്. അവിടെയാണ് അതിന്റെ പ്രധാന കാരണം കിടക്കുന്നത്. നമ്മൾ ജനസംഖ്യയിൽ നിയന്ത്രണം ഉണ്ടാക്കി, നമ്മുടെ ആളോഹരി വരുമാനം കൂടി, നമ്മൾ നന്നായത് നമ്മൾ ശിക്ഷ അനുഭവിക്കണോ ചാമക്കാല? ഞാൻ അതിലേക്കാണ് വരുന്നത്. താങ്കൾ എന്നെ ഒന്ന് കേൾക്കൂ. അവിടെ ആ ഇൻഡെക്സിൽ സ്വാഭാവികമായി അത് മാറ്റണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ഇവിടെ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോൾ അച്ചീവ് ചെയ്തതിന്റെ പേരിൽ നമ്മളെ പീനലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ തിരിച്ചൊരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ ഡെമോഗ്രാഫി പിന്നെ ഇൻഡെക്സ് അഥവാ ഡെമോഗ്രാഫി അച്ചീവ്മെന്റിൽ ആ കോമ്പൻസേഷൻ നമ്മളുടെ ബർത്ത് റേറ്റ് കുറച്ചതിന്റെ പേരിൽ നമുക്ക് അവിടെ 12% ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കൂ. ഞാൻ ചോദിക്കുന്നതിന് മറുപടി അറിയൂ. ഇവിടെ താങ്കൾ പറഞ്ഞപ്പോൾ ഡെവല്യൂഷൻ കുറഞ്ഞിട്ടുണ്ട്, 1.98 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നത് എന്താണ്? ഇവർ പറയുന്നത് പിന്നെ 10ാം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്ന 3.48 നിന്ന് 1.98 ആയി എന്നാണ്. അങ്ങനെയല്ലല്ലോ കണക്കൂട്ടേണ്ടത്. 14ാം ധനകാര്യ കമ്മീഷനിൽ 2.5 ആയിരുന്നു. 13ാം ധനകാര്യ കമ്മീഷനിൽ 2.3 ആയിരുന്നു. ഏതായാലും 2.5 ഏറ്റവും അവസാനത്തെ ധനകാര്യ കമ്മീഷൻ 2.5 നിന്ന് 1.98 ആയിട്ടുണ്ട്. അതിന് എടുത്തുള്ള ചില യാഡ് സ്റ്റിക്കുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അങ്ങനെ പറഞ്ഞു പോലെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തിന് മറുപടിയെ കിട്ടിയ ചോദ്യത്തിൽ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അടക്കം, യൂണിയൻ ഷെയർ ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അടക്കം, യൂണിയൻ ഷെയർ ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അടക്കം, അർബൻ ലോക്കൽ ബോഡീസ് ഗ്രാന്റ്സും റൂറൽ ലോക്കൽ ബോഡീസ് ഗ്രാന്റ്സും ഹെൽത്ത് സെക്ടർ ഗ്രാന്റും അടക്കം 2020-21 കിട്ടിയ 18,048 കോടിയിൽ നിന്നും 2023-24 വരുമ്പോൾ കുറഞ്ഞ എത്രയെന്നറിയാവോ ചാമക്കാല? 5,599 കോടി. എത്ര കോടിയുടെ കുറവ്? താങ്കൾ ആ ഭാഗം മാത്രം വായിച്ചു പോയി. നമ്മൾ ഓരോന്നും തീർത്തു പോകാനേ ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഡെവല്യൂഷൻ 2.9 നിന്നും 1.98 ആയിട്ടുണ്ട്. 2.5 നിന്നും 1.98 ആയിട്ടുണ്ട്. തർക്കമില്ല. എപ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ പിന്നെ ഗ്രാന്റ് അനുവദിക്കുന്നത്, ഡെഫിസിറ്റ് ഗ്രാന്റ് അനുവദിക്കുന്നത്? നമ്മുടെ ഇൻകം കുറയുമ്പോഴാണ് ഡെഫിസിറ്റ് ഗ്രാന്റ് അനുവദിക്കുന്നത്. തർക്കമില്ലല്ലോ, താങ്കൾക്ക് തർക്കമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയുന്നത് 14ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് താങ്കൾ ഈ പറഞ്ഞ നമ്മുടെ പിന്നെ ഡീൻ കുര്യാക്കോസിന്റെ മറുപടിയിൽ തന്നെ 14ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റായി മൊത്തം നൽകിയിട്ടുള്ളത് 9,517 കോടി രൂപയാണ്.
ആ 14-ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായി 9,517 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റായി കൊടുക്കുകയും എന്നാൽ ഡെവല്യൂഷൻ ഇനത്തിൽ 89,704 കോടി രൂപ ഉൾപ്പെടെ 14-ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ നമുക്ക് മുഴുവൻ ലഭിച്ചിട്ടുള്ള തുകയെ സംബന്ധിച്ച് 80,187 ഡെവല്യൂഷൻ ഉൾപ്പെടെ 89,704 കോടി രൂപയാണ് 14-ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് നമുക്ക് തീരെ കണക്കിലേക്ക് മാത്രം പോകണം. ഞാൻ അങ്ങനെയൊക്കെ താങ്കൾ ഈ പറഞ്ഞ കണക്കുകൾക്ക് സമാനമായ കണക്ക് വേറൊരാൾ ഇന്നലെ പറയുന്നത് കേട്ടു. താങ്കൾ ഈ പറയുന്ന കണക്കുകൾക്ക് സമാനമായി കർണാടകയിലെ BJP പറയുന്നുണ്ട്. കർണാടകയിൽ ഇന്നലെ കർണാടകയിൽ ജന്തർ മന്ദറിൽ ഈ പറഞ്ഞ സാങ്കേതിക നൂലാമാലയെ കർണാടക ജന്തർ മന്ദറിൽ അവിടെ കോൺഗ്രസ് നടത്തിയ സമരം രാഷ്ട്രീയ നാടകമാണെന്ന് തെളിയിക്കാൻ അവിടുത്തെ BJP പ്രതിപക്ഷം പറയുന്നുണ്ട് ഇതേ കണക്കുകൾ. അക്കാലത്ത് ഇത്ര കിട്ടി, ഇക്കാലത്ത് ഇത്ര കിട്ടി, ഇപ്പോഴും കിട്ടുന്നുണ്ട്, ഇതിപ്പോ ഒരു കള്ളസമരമാണ് എന്ന് അവിടുത്തെ BJP പറയുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞിരട്ടെ, ഇവിടെ ഹാഷ്മി എന്താ ചെയ്തത്? ഹാഷ്മി ആദ്യം എന്നോട് ഡെവല്യൂഷനെ കുറിച്ച് ചോദിച്ചു. ഞാൻ ഡെവല്യൂഷനും അതുപോലെ തന്നെ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് തമ്മിൽ കമ്പയർ സംസാരിക്കുമ്പോൾ താങ്കൾ കർണാടകത്തിലേക്ക് വന്നു. ഒന്ന് നിൽക്കും നമുക്ക് സംസാരിച്ചിട്ട് കമ്മീഷന്റെ ഭാഗമായിട്ട് 80,000 ഞാൻ അതിലേക്ക് പോവാം. താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തെ കുറിച്ചാണല്ലോ, അത് തീർത്ത് നമുക്ക് കർണാടകയിലേക്ക് പോകാനേ ഞാൻ തയ്യാറാണേ. 80,000 കോടി രൂപ 14-ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് ഇക്കാര്യത്തിൽ ഡെവല്യൂഷന്റെ ഭാഗമായി കിട്ടിയെങ്കിൽ 9,000-ലധികം കോടി രൂപ ആ കാലത്ത് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ 15-ാം ധനകാര്യ കമ്മീഷൻ നമുക്കറിയാമല്ലോ, 15-ാം ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ തീർന്നു കഴിഞ്ഞു, ആൾമോസ്റ്റ് തീരുകയാണ്, 2024 തീരുകയാണ്. 15-ാം ധനകാര്യ കമ്മീഷൻ നാളിതുവരെ നമുക്ക് ഡെവല്യൂഷൻ ഇനത്തിൽ കിട്ടിയിട്ടുള്ളത് 63,429 കോടി രൂപ മാത്രമാണ്. എന്നാൽ 14-ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 80,000-ലധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡെവല്യൂഷൻ നാളിതുവരെ കിട്ടിയിട്ടുള്ളത് 63,429 കോടി രൂപയാണ്. എന്നാൽ 15-ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള എന്താ പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നത് 53,345 ആണ്. അങ്ങനെ വരുമ്പോൾ ഓവറോൾ രണ്ടുകൂടെ ചേർത്ത് കിട്ടുന്നത് 1,15,774,000. ബാക്കി ഗോപാലകൃഷ്ണൻ പറയട്ടെ. ഗോപാലകൃഷ്ണൻ പറയാൻ തന്നെ വേണമല്ലോ ശ്രീ ചാമക്കൽ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ അഡ്വക്കേറ്റ് എ സമ്പത്ത് ഇവിടെ ഈ കണക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ കണക്കുകളിലെ കൺഫ്യൂഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നാളത്തെ സമ്മേളനം കൂടി കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഇലക്ഷനാണ്. അതുകൊണ്ട് ഈ സമരം ഇപ്പോൾ ഭാവിയിലേക്കുള്ള ഒരു സമരത്തിന് വിത്തിടുക എന്നതിനപ്പുറം അടിയന്തരമായ എന്തെങ്കിലും പരിഹാരം പ്രതീക്ഷയാണോ ഇന്ന് ഇടതുപക്ഷം അവിടെ കെജ്രിവാളിനെയും ഭഗവന്ത് സിംഗ് മാനെയും കൂട്ടി സമരവുമായി ഇന്ന് ജന്തർ മന്ദറിൽ ഇരുന്നത്? ശ്രീ സമ്പത്ത്, എന്തായാലും ഇന്ന് കേരളത്തിൻ്റെ സമര പതാക, അപ്പോൾ നമ്മൾ ആ വിഷയത്തിലാണ്, കേരളത്തിൻ്റെ സമര പതാക, ആ സമര പതാക ഏറ്റെടുക്കാൻ കേരളീയരല്ലാത്ത ഈ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും അടക്കം തയ്യാറാകുന്നു എന്നുള്ളതാണ് കാഴ്ച. ഇത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി തന്നെ ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി, ഇത് രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിൻ്റെ നിലയിലല്ല ഇതിനെ ഇപ്പോൾ കാണേണ്ടത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളതിൽ പ്രധാനപ്പെട്ടത്, ഞാനിപ്പോൾ ഇതിൽ ഈ മറ്റേതെങ്കിലും തർക്കത്തിനൊന്നുമല്ല ആഷ്മി, അങ്ങനെ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ മറ്റ് 2 സുഹൃത്തുക്കളോടും എല്ലാ സ്നേഹബഹുമാനങ്ങളോടും കൂടി, അതായത് നമ്മുടെ ഫെഡറൽ സത്ത, ഭരണഘടനയുടെ ഫെഡറൽ സത്ത അപകടത്തിലാണ്. അത് അപകടത്തിലാക്കുന്നതാണ്, അത് ബോധപൂർവം അപകടത്തിലാക്കുന്നതാണ്. ഒരു ഫെഡറൽ രാഷ്ട്രത്തിനെ തച്ചു തകർത്തൊരു യൂണിറ്ററി രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം നടത്തുന്നത്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള അധികാരങ്ങളും ചുമതലകളും അവർ നിർവഹിക്കുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള, ലെജിസ്ലേറ്റീവായിട്ടുള്ള, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് പോലെ തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഈ കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനീ പറയുന്ന എത്രയേ ഉള്ളൂ, ഈ ആർട്ടിക്കിൾ 1 തന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ സംസ്ഥാനങ്ങളില്ല എങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രം യൂണിയൻ ഗവൺമെൻറ് ഇല്ല. ഇതെല്ലാം നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പോലെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് പോലെ ശക്തമായ യൂണിയൻ ഗവൺമെൻറ് വേണം, സംതൃപ്തമായ സംസ്ഥാനങ്ങളും വേണം. ആ സംതൃപ്തമായ സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ നികുതി പിരിവ്, ആ നികുതി പിരിവുകളിൽ മുമ്പുണ്ടായിരുന്ന, ഇപ്പോൾ GST നടപ്പാക്കപ്പെട്ടത് ഭരണഘടനാ ഭേദഗതിയെ തുടർന്നാണ്. ആ ഭരണഘടനാ ഭേദഗതി അത്തരത്തിൽ അവിടെ ഉണ്ടാകുമ്പോൾ, ഭരണഘടനാ ഭേദഗതി ആകുമ്പോൾ തന്നെ എല്ലാം അവിടെ ഡിവിഷൻ ഉണ്ടാവണം, അത് മാർക്ക് ചെയ്യപ്പെടണം, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് പാർട്ടികൾ അല്ലെങ്കിൽ സ്വതന്ത്രരായാലും പാർലമെൻറ്റ് അംഗങ്ങളെടുത്ത നിലപാട് എന്ത് എന്നുള്ളതിൻ്റേതറിയാം.
ഞാൻ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റ് അംഗങ്ങളായിരിക്കുന്ന കാലത്താണ് അന്ന് BJPയും കോൺഗ്രസും ഞങ്ങളും എല്ലാം ഈ GST അനുകൂലിച്ച് തന്നെയാണ് ഭരണഘടനാ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. അന്ന് സംസ്ഥാനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പ്രതീക്ഷകളുണ്ടായിരുന്നു. അപൂർവം ചില പാർലമെന്റ് അംഗങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി ചില അവരുടെ ആശങ്കകൾ പങ്കുവച്ചു എന്നുള്ളതും ഇറ്റ്സ് ഓൺ റെക്കോർഡ് ആ കാര്യത്തിൽ. എന്നാൽ ഈ GST വന്നതിന് ശേഷം പിന്നീട് നമുക്ക് COVID-19 മഹാമാരി വന്നു. ആ COVID-19 മഹാമാരിയുടെ കാലത്ത് സംസ്ഥാനങ്ങൾക്കാണ് ഈ ബാധ്യത വല്ലാതെ വഹിക്കേണ്ടതായി വന്നത്. ഇന്ത്യ ഗവൺമെന്റ് സ്വാഭാവികമായി ആ GST കോമ്പൻസേഷൻ നൽകുന്നതിൽ താമസമുണ്ടായി. ആ താമസം ഉണ്ടാകുമ്പോൾ പണം അപ്പോൾ വേണ്ടതിന് അത് പിന്നീട് കൊടുക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ അത് ബാധിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. ഇത് കേരളത്തെ മാത്രമല്ല, ഇത് നിരവധി സംസ്ഥാനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർക്ക് പരസ്യമായി പറയാൻ കഴിയില്ല. പണ്ട് കോൺഗ്രസിന്റെ മന്ത്രിമാർക്ക് പറയാൻ കഴിയില്ല. ഇപ്പം ഞാനിത് പറയുന്നത് 1984-ലും 1988-ലും 2008-ലും LDFന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ അത് ഡൽഹിയിൽ അരങ്ങേറിയിട്ടുണ്ട്. അതിൽ ഒരു പ്രക്ഷോഭത്തിൽ EMS അത് സംസാരിക്കുകയുണ്ടായി. HN ബഹുഗുണ അടക്കം പങ്കെടുത്ത യോഗമാണ്. അപ്പോൾ അതിനു മുമ്പേ തന്നെ അന്നത്തെ കോൺഗ്രസിന്റെ ചില സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായിട്ടെല്ലാം EMSനുള്ള ബന്ധവും ഒക്കെ വെച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അങ്ങ് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഞങ്ങൾ എങ്ങനെ തുറന്നു പറയും, അങ്ങ് ഇത് പ്രസംഗിക്കൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ യൂണിയൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലുള്ള ബന്ധത്തിൽ ഒന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ കാര്യത്തിൽ ധനകാര്യ വിഷയങ്ങളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇപ്പോൾ നേരത്തെയുള്ള പ്ലാനിങ്ങിൽ നിന്ന് മാറി ഇന്ത്യ ഗവൺമെന്റ് പ്രോഗ്രാംസിലേക്ക് പോവുകയാണ്. പ്ലാനിങ് ആസൂത്രണം മാറി പ്രോഗ്രാമുകളിലേക്ക് പോകുമ്പോൾ ഇതിൽ ഈ യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഷെയറിങ്, അതിന്റെ ഈ വിഹിതം ഇങ്ങനെ പങ്കുവയ്ക്കലിനെ സംബന്ധിച്ച് വരും. തർക്കം നമുക്കാർക്കും ഉണ്ടാവാനിടയില്ല. ഇപ്പോൾ 80-20 എന്ന് തുടങ്ങും. ഇന്ത്യ ഗവൺമെന്റ് 80 തരാം, സംസ്ഥാനം 20 ആവട്ടെ. അടുത്തത് 60-40 ആവും. പിന്നീട് ഇത് നേരെ തകിടം പറഞ്ഞ് 40-60 ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് നിർത്തും. ഈ തുടങ്ങാൻ പലതും എളുപ്പമാണ് എന്ന് നമുക്കറിയാം, നടത്തിക്കൊണ്ട് പോകാനാണ് പാട്, നിർത്താൻ അതിലും വലിയ പ്രയാസമാണ്. ഇതിൻ്റേതായിട്ടുള്ള ഒരുപാട് മറ്റ് നൂലാമാലകൾ, ഈ ഭാരങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റുകൾ വഹിക്കേണ്ടതായിട്ട് വരും. ഞാനിത് സൂചിപ്പിച്ചു എന്നുള്ളൂ. അതിപ്പോൾ ഇന്നിപ്പോൾ ഡൽഹിയിലെ മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തു, അദ്ദേഹം പ്രസംഗിച്ചു, അതിനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള അവിടെ അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ചതോ, അതല്ല ഇപ്പോൾ സ്റ്റാലിൻ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സന്ദേശം തന്നെ അവിടെ പിന്നീട് അത് പ്രദർശിപ്പിക്കുകയുണ്ടായി. 2 മുതിർന്ന പാർലമെന്റ് അംഗങ്ങളാണ് DMKയുടേതായി അതിൽ പങ്കെടുത്തുകൊണ്ട് അത്തരത്തിൽ ആ യോഗത്തെ അഭിസംബോധന ചെയ്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. കപിൽ സിബൽ മുതിർന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ കൂടിയാണ്, രാജ്യസഭാംഗമാണ്, അദ്ദേഹം അതിൽ പങ്കെടുത്തത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സീതാറാം യെച്ചൂരിയും അതുപോലെ D രാജയും ഉൾപ്പെടെയുള്ളവരുമെല്ലാം. ഇത് നമ്മളങ്ങോട്ട് ഇത് ഇനിയിപ്പോൾ ഒരു ചോദ്യം വേണമെങ്കിൽ ഇത് അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയല്ലേ. ശരി, അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഇത് മുൻകൂട്ടി ആയിപ്പോയില്ലേ? അല്ല, ശ്രീ സമ്പത്ത്, താങ്കൾ നേതാക്കളുടെ പേര് പറയുമ്പോൾ ഇപ്പോൾ പണ്ടൊരു പ്രസംഗകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അമിത്ഷാ വന്ന പരാമർശത്തിന് അത് നടപ്പാക്കാൻ ആ തടിയിലെ വെള്ളം മതിയാവില്ല എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നിപ്പോൾ അവിടുത്തെ പ്രസംഗത്തിൽ കണക്കുകൾ പറഞ്ഞ് വളരെ പക്വമായ പ്രസംഗം, നല്ലതാണ്, പക്വമായ പ്രസംഗം കാഴ്ചവെക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം അരവിന്ദ് കെജ്രിവാൾ കണ്ടില്ലേ, ഡെയറിംഗായി പറയുകയാണ് കേന്ദ്രത്തോട്, കേന്ദ്രമേ കാലം മാറും, അന്ന് നിങ്ങൾ ഇവിടെയും ഞങ്ങൾ അവിടെയും വരും, ഈ നിയമങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും, അപ്പം നമുക്ക് കാണാം എന്ന് ഡെയറിംഗായ ഒരു മുഖ്യമന്ത്രിയോടൊന്ന് പറയുകയാണ്. അദ്ദേഹവും മുഖ്യമന്ത്രിയാണ്, അദ്ദേഹവും അതേ ഭാഷയിൽ സംസാരിക്കാൻ പ്രാപ്തനായ വ്യക്തിയാണ്. പിണറായി വിജയൻ ആ ഭാഷ അറിയാത്ത ആളുമല്ല. ഒരു സോഫ്റ്റ് സ്പോക്കൺ ഉണ്ടായോ ഇന്ന് ശ്രീ സമ്പത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന്? അതെ ഹാഷ്മി, അതല്ല ആ ചോദ്യം നന്നായി. എന്താണെന്നറിയോ, ഡൽഹിയിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന്റെ മണ്ണിൽ നിന്ന് അന്ന് അങ്ങനെ പറഞ്ഞു. ഇനി പറയേണ്ടി വന്നാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് അത് പറയേണ്ടി വന്നാൽ അങ്ങനെ പറയേണ്ടതായും വരും. ഗവൺമെന്റ് മേലാളനും അരവിന്ദ് കെജ്രിവാൾ അവിടെ വേട്ടക്കിടെ നിൽക്കുന്ന ആളാണ്. 4 ED നോട്ടീസാണ്, അദ്ദേഹത്തിന് 3 മന്ത്രിമാർ അകത്താണ്. അപ്പൊ വേട്ട നേരിടുന്ന ഒരു മനുഷ്യന്റെ അഗ്രസീവ്നെസ് കൂടി ആകാമതല്ലേ ശ്രീ സമ്പത്ത്? അല്ല, അഗ്രസീവ്നെസ്സും കാര്യങ്ങളല്ല. ഇവിടെ കേരളത്തിന്റെ സമരപതാകയുമായി അവിടെ പോയത് ഫെഡറൽ സത്ത നേരിടുന്നതായിട്ടുള്ള ആ ഭീഷണിയെ, വെല്ലുവിളികളെ, ഇത് തന്നെ ഇപ്പോൾ നമ്മുടെ ഭരണഘടന ഉണ്ടല്ലോ, ഈ സാധനം, ഇത് ഒറ്റ ഭരണഘടനാ ഭേദഗതിയോടുകൂടി ഇത് മുഴുവൻ റദ്ദാക്കപ്പെടാം.
സംസ്ഥാനങ്ങൾ 29, 28 നന്നായിട്ട് അറിയാമല്ലോ. ആശ്രയിക്കുക നമ്മുടെ ഈ പ്രേക്ഷകർക്കും എല്ലാം തന്നെ. അതിൽ ഒരു ഭാഗത്തിന് ഇപ്പോഴും ഒരു വോട്ടവകാശം പോലും ഇല്ലല്ലോ, നിയമസഭ പോലും ഇല്ലല്ലോ. ജനാധിപത്യ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റുകളുടെ മീതെയാണ് ഒരു ഏജന്റായി വരുന്ന, എവിടെ നിന്നോ വന്ന് എങ്ങോട്ടേക്കോ പോകുന്നതായിട്ടുള്ള ഗവർണർമാർ എന്നുള്ള നിലയിലേക്ക് വരിക എന്നത് എങ്ങനെ ഭൂഷണമാവും? ശരി, ഞാൻ അത്തരം കാര്യങ്ങൾ കൂടി നോക്കണ്ടേ? ഞാൻ ബി ഗോപാലകൃഷ്ണൻ കൂടി അങ്ങേലേക്ക് എത്തും. മറുപടിക്ക് അങ്ങേലേക്ക് ഉറപ്പായും എത്തും. അത് ഞാൻ ബി ഗോപാൽ പോയതേ ഇല്ല. ശരി, ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പം കേരളത്തിന് സമരം, ശരി, നാടകം എന്ന് പറ, ഇവിടെ കേരളമാണോ? കേരളം, കർണാടക, ഡൽഹി, പഞ്ചാബ്, എല്ലാ സംസ്ഥാനങ്ങളും ഏതാണ്ട് ഒരേ ആവശ്യമായി ജന്തർ മന്ദറിലേക്ക് വരുന്നു. അവർ പറയുന്ന അതത് സംസ്ഥാനങ്ങളിലെ കാര്യമാണെങ്കിലും ഒരമ്മ പറ്റ മക്കളെ പോലെ എല്ലാവരുടെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നത് എല്ലാവരും പറയുന്ന കള്ളമാണെന്ന് വരുമോ സി ബി ഗോപാലകൃഷ്ണൻ? ഞാൻ ആദ്യം താങ്കളുടെ ഇൻട്രോയെക്കുറിച്ച് പറയാം. ഹാഷ്മിയുടെ മുൻ സമരവീര്യം ഉണ്ടല്ലോ, SFIയുടെ ബസ് തല്ലിപ്പൊളിക്കുന്ന, പോലീസ് ജീപ്പ് തല്ലിപ്പൊളിക്കുന്ന മൂന്നാംകട സമരവീര്യത്തിൻ്റെ ആ ജ്വാല താങ്കളിൽ നിന്ന് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളത് താങ്കളെ പ്രശംസിച്ചുകൊണ്ട് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ആ ഇൻട്രോയിലെ ആ സമരവീര്യം കൊള്ളാം. പക്ഷെ ഒരു കാര്യവും ലക്ഷ്മി, നിങ്ങളിവിടെ കിടന്ന് സമരവീര്യം ജ്വലിപ്പിച്ചതുകൊണ്ടോ പിണറായി വിജയൻ അങ്ങ് ഡൽഹി പോയിട്ട് ജന്തർ മന്ദറിൽ കുത്തിയിരുന്നതുകൊണ്ടോ ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല. പിണറായി വിജയനൊരു തോന്നലുണ്ടാവും, ഞാൻ ഇന്ദ്രൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിലൂടെ ഊരിപ്പിടിച്ച വാളുകളും പരിചയമായിട്ടൊക്കെ നടന്ന, അതൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറഞ്ഞാൽ മതി. കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന അമിത്ഷയോടും നരേന്ദ്രമോദിയോടും നിങ്ങൾ പോയിരുന്നിട്ട് ഇതൊക്കെ പറഞ്ഞാൽ അവരുടെ മുട്ടൊന്നും പറക്കില്ല, അവർ മൈൻഡ് പോലും ചെയ്യില്ല. കാരണം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. താങ്കൾ പറഞ്ഞല്ലോ, കേരളം മാത്രമല്ല, കർണാടക പോയി, പഞ്ചാബ് പോയി, ഡൽഹി പോയി എന്ന് പറഞ്ഞല്ലോ. ഈ പോയതൊക്കെ കള്ളന്മാരാ, അതറിയില്ലേ? ഈ പോയവരെല്ലാം നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അഴിമതിയുടെ പേരിൽ നോട്ടീസ് കിട്ടാത്ത കൊള്ളാവുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യയിലുണ്ട്. അതിലേതെങ്കിലും ഒരു സംസ്ഥാനം പോയോ? ഈ കയ്യിൽ മുഴുവനും ഉണ്ടല്ലോ അഴിമതി നടത്തിയിട്ട് ഒന്നുകിൽ CBIയുടെ അല്ലെങ്കിൽ EDയുടെ, അതും അല്ലെങ്കിൽ നോട്ട് എണ്ണാനുള്ള മിഷ്യൻ ഈ കേന്ദ്ര ഏജൻസികൾ കൊണ്ടുവന്നിട്ട് അവർ നോട്ടെണ്ണി തഴമ്പിച്ച സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് ഈ പോയതൊക്കെ. കൊള്ളാവുന്ന ഒരു പ്രതിപക്ഷ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രി പോയതായിട്ട് ഞാൻ അറിഞ്ഞില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു അവിടെ ജന്തർ മന്ദറിൽ പോയിരുന്നു അതിശക്തമായ പോരാട്ടം. നിങ്ങൾ ജന്തർ മന്ദറിലേക്കൊന്നും പോകണ്ടെന്ന്. ₹1 കിട്ടാനുണ്ടെങ്കിൽ, നിയമപരമായി കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടും. നിങ്ങൾ ഈ കിടന്ന് ബഹളം വെക്കുന്നതിന് പകരം ഇപ്പോൾ എന്നോട് ഈ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി താങ്കളിപ്പോൾ താങ്കളുടെ ഇൻട്രോയിൽ 1.5 കിലോമീറ്റർ നിങ്ങൾ സംസാരിച്ചല്ലോ. നിങ്ങൾ അവിടെ സമരം ചെയ്യാൻ പോയത് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ. ഒരു വിഷയത്തിൽ കേന്ദ്രം ഇന്ന വിഷയത്തിൽ അവഗണിച്ചു, താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ അതിന് മറുപടി പറയാം. നിയമപരമായിട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ കേരള സംസ്ഥാനത്തിന് നിയമപരമായിട്ട് നീതി നിഷേധിച്ച ഒരെണ്ണം താങ്കൾ പറ, ഇല്ല സമ്പത്ത് പറ. ചോദിക്കട്ടെ, വെറുതെ വാചകം പറഞ്ഞോ. ചോദിക്കോ, ഞാൻ വെല്ലുവിളിക്കല്ലേ? നിങ്ങളെ വെല്ലുവിളിക്കാം, ചോദിച്ചോ. ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നൽകുന്ന നികുതി ഞാൻ ചോദിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിന് നൽകുന്ന നികുതി ഒരു ₹100 എന്ന കണക്കിൽ ഒന്ന് ആലോചിക്കാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, കർണാടകത്തിൽ കൊടുക്കുന്ന 100-ന് ₹13, തമിഴ്നാടിനാവട്ടെ ₹100 കൊടുത്ത് 29 കൊടുത്തു തരും, കേരളത്തിന് ₹63. ശരിയാണ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിലാണ് കൂടുതൽ. ഉത്തരേന്ത്യയിലോട്ട് നോക്കിയാലോ, ബീഹാറിന് ₹100 കൊടുത്താൽ കൊടുക്കുന്നത് 992 രൂപയാണ്. എത്ര ഇരട്ടിയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ? 9.9 ഇരട്ടി. ഉത്തർപ്രദേശിന് ₹100 എത്രയാണ്? 332.2 രൂപ. എത്രയാണ്? 3.3 ഇരട്ടി. മധ്യപ്രദേശിന് എത്രയാണ്? ₹100 പിരിച്ചു കൊടുത്താൽ തിരിച്ചു കിട്ടുക 279.3 രൂപ. വിവേചനമല്ലേ ബി ഗോപാലകൃഷ്ണൻ? അല്ല, വിവേചനമല്ല. എന്തുകൊണ്ടാണ്? 2 മിനിറ്റ് മുമ്പ് ഈ ഇവിടുത്തെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ, ഇനിയിപ്പോൾ നിങ്ങൾ ഇടപെടരുത്, ഞാൻ ഉണ്ടായിരുന്നല്ലേ, ഞാൻ മറുപടി പറയട്ടെ. 2 മിനിറ്റ് മുമ്പ് നമ്മുടെ കോ പാനലിസ്റ്റ് എൻ്റെ സുഹൃത്താണ് ശ്രീ സമ്പത്ത്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു. ആ വിഷയം എന്താ? ഫെഡറലിസം. അതായത് ഫെഡറലിസം എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മുടെ ദേശീയ ശരാശരിയുടെ മുകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഫെഡറലിസത്തിൻ്റെ ബേസ്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ
എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ കൊടുക്കുക എന്നുള്ളതല്ല. സമ്പത്ത് പറയട്ടെ, ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. അതായത് എക്കണോമിക് കണ്ടീഷനിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആ എക്കണോമിക് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് 1947 ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ ഈ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് ഡെവല്യൂഷൻ കൊടുക്കാനുള്ള വിഹിതത്തിൻ്റെ നിർണയമുണ്ടായി. ആ നിർണയം രൂപപ്പെടുത്തിയത് ധനകാര്യ കമ്മീഷനാണ്. ആ ധനകാര്യ കമ്മീഷൻ്റെ നിർണയത്തിൽ ഓരോ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളെ എന്തുകൊണ്ടാണെന്ന് പറയൂ ശ്രീ ഗോപാലകൃഷ്ണൻ. മധ്യപ്രദേശ് 100 രൂപ പിരിച്ചു കൊടുത്താൽ തിരിച്ചു കിട്ടുന്നത് 279 രൂപയും നമ്മൾ 100 രൂപ പിരിച്ചു കൊടുത്താൽ തിരിച്ചു 63 രൂപ. എന്തുകൊണ്ടാണ് ഒന്ന് ബി ഗോപാലകൃഷ്ണൻ പറയാമോ? എന്തുകൊണ്ടാണെന്ന് പറയാമോ? നിങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണെന്ന് പറയാമോ ബി ഗോപാലകൃഷ്ണൻ? പറയട്ടപ്പാ, ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയാനാണല്ലോ ഇരിക്കുന്നതിന്. നിങ്ങളിങ്ങനെ ഇടയിൽ ചോദിച്ചാൽ എൻ്റെ സമയം കളയരുത്. ദൈവത്തെ ഓർത്ത് താങ്കളൊന്ന് ക്ഷമിച്ചാൽ ഞാൻ അതിന് ഉത്തരേ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പോൾ ഈ ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ശുചിത്വം, അവരുടെ ആരോഗ്യം, അവരുടെ സാമൂഹിക വ്യവസ്ഥിതി, ഇതിനെയെല്ലാം വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഇത്തരത്തിലുള്ള സാമൂഹിക അവസ്ഥകളെ വളർത്തിക്കൊണ്ട് ദേശീയ ശരാശരിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു രാജ്യം, ഒരു രാഷ്ട്രം വികസിത രാഷ്ട്രമായി. കാലാകാലങ്ങളിൽ നിങ്ങൾ ഭരിക്കുന്നതല്ലേ മധ്യപ്രദേശ്? ശുചിത്വം സർ, കാലാകാലങ്ങളിൽ നിങ്ങൾ ഭരിക്കുന്നതല്ലേ മധ്യപ്രദേശ്? മധ്യപ്രദേശിന് ഈ പറയുന്ന എല്ലാ കുറവ് കാരണവും ഇത്രയും രൂപ കൊടുക്കുന്നതാണ് നിങ്ങളുടെ പരാജയമല്ലേ? നമ്മളത് സർ, താങ്കൾ ഈ പറയുന്ന മാനങ്ങൾ നേടി, അതുകൊണ്ട് നമ്മൾ കുറയുന്നു എന്ന് പറഞ്ഞത് വിവേചനമല്ലേ സാർ? ആഷ്മി, എന്നെ കൊണ്ട് നിങ്ങൾ സംസാരിപ്പിക്കുമോ അതോ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോണോ? നിങ്ങൾ സമാധാനപ്പെട്ട് ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ചൊരു ചോദ്യം ചോദിച്ചു. വെല്ലുവിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെന്നോട് ചോദിച്ചു. അതിനെ ആര് പറഞ്ഞു മറുപടി? ഞാൻ പറയണ പിന്നെ മറുപടി അല്ലേ? കേരളത്തിന് ആരോഗ്യരംഗത്ത് നിങ്ങൾ ബജറ്റ് എടുത്ത് വായിക്ക്. എന്റെ മറുപടി അല്ലേ ഇത്? കേരളത്തില് ആരോഗ്യരംഗത്ത്, ശുചിത്വ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ മുന്നിലാണ്. അപ്പൊ കേരളത്തിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് പൈസ പോവും. അത് UP-യും മധ്യപ്രദേശും ഒറീസയും ഒക്കെ ആവും. അപ്പോൾ അവിടെ കൂടുതൽ പോവും. ഡെവല്യൂഷൻ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയല്ല, 15ാം ധനകാര്യ കമ്മീഷൻ ഈ കാലഘട്ടത്തിൽ വന്നു. ഇതിനു മുമ്പ് വന്ന ധനകാര്യ കമ്മീഷനാണ് ഡെവല്യൂഷൻ കൊണ്ടുവന്നത്. ആ ഡെവല്യൂഷന്റെ 4 ഘടകങ്ങളുണ്ട്. ആ 4 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ റേഷ്യോ കൊണ്ടുവന്നു. ആ റേഷ്യോ കൊണ്ടുവന്ന് ഞങ്ങള് എത്രയാണ് നികുതിയുടെ വിഹിതം? ഞാൻ പറഞ്ഞുതരാം. പിരിക്കുന്ന നികുതിയുടെ എത്ര പെർസെന്റേജാ സംസ്ഥാനത്തിന്? നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നത് പറഞ്ഞു വരട്ടെന്ന്. ഞാൻ ഇതല്ല നിങ്ങളോട് ചോദിക്കുന്നത്. സർ, നമ്മുടെ സംസ്ഥാനം താങ്കൾ പറഞ്ഞതുപോലെ വികസിച്ചു, ശരി. നമ്മുടെ സംസ്ഥാനത്തിന് പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനത്തിൽ ദേശീയ ശരാശരി 60% അധികമുണ്ട്, ശരി. അതുകൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടാൻ പാടുണ്ടോ? നിങ്ങൾ ഭരിച്ച മധ്യപ്രദേശ് ഇതൊന്നും ഇല്ല. അതുകൊണ്ട് അതിന്റെ പാവഭാരം നമ്മളേക്കാൻ പാടുണ്ടോ? സർ, ഏക സിവിൽ കോഡ്, 1 റാങ്ക് 1 പെൻഷൻ, ഏകത, ഏക ഭാഷ എന്നൊക്കെ ഏകതയല്ലേ നമ്മുടെ കൺസെപ്റ്റ്? അപ്പൊ ഇതിൽ ഏകത വേണ്ടേ? ഞാൻ ഈ പറയുന്നു, നിങ്ങൾ പറയും നമ്മൾ രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണെന്ന് ഈ ധനകാര്യ കമ്മീഷൻ വന്നത്. ആ ധനകാര്യ കമ്മീഷൻ വരുന്ന സമയത്ത് 59% കേന്ദ്രത്തിനും ബാക്കി 41% സംസ്ഥാനങ്ങൾക്കുള്ളൂ. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. വെറുതെ വർത്താനം പറയാതെ ഒന്നാമത് പോയിട്ട് ഞാൻ ഇനി എന്നെ കൊണ്ട് വേറെ വല്ലതും പറയിപ്പിക്കരുത്. കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കും, അത് പഠിച്ചിട്ട് പറയണം. താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ താങ്കൾ എന്നോട് ചൂടായിട്ട് കാര്യമുണ്ടോ? എന്റെ വളരെ ലളിതമായ ഒരു ചോദ്യത്തിന് താങ്കൾക്ക് നേർക്കുന്ന മറുപടി ഇല്ലെങ്കിൽ എന്നോട് ചൂടായിട്ട് കാര്യമുണ്ടോ? വളരെ ലളിതമായി ഞാൻ ചോദിക്കുകയാണ്. മധ്യപ്രദേശ് 100 രൂപ പിരിച്ചു കൊടുത്താൽ അവർക്ക് 279 രൂപ, കർണാടകത്തിന് 13 രൂപ. ഇത് വിവേചനമല്ലെന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ചൂടാവുകയാണ്. എന്റെ 3ാം കട രാഷ്ട്രീയം നോക്കി താങ്കൾ എന്നെ പേടിപ്പിക്കുകയാണ്. സർ, പേടിപ്പിച്ചതുകൊണ്ടോ ഭാഷ മോശമായതുകൊണ്ടോ ഉത്തരത്തിന് ഉത്തരം വേണ്ടേ? സർ, പേടിപ്പിക്കുന്നതുകൊണ്ടോ ഭാഷ മോശമാക്കിയതുകൊണ്ടോ ഉത്തരത്തിന് ഉത്തരം വേണ്ടേ? പറയില്ല, ഞാൻ എഴുന്നേറ്റ് പോകും. നിങ്ങൾ സമാധാനപ്പെട്ടിരുന്ന ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ധനകാര്യ കമ്മീഷനിൽ വളരെ കൃത്യം, ഞാൻ ഓരോ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിടയിൽ പറയാം, ധനകാര്യ കമ്മീഷൻ കൊണ്ടുവന്നത് BJP ഗവൺമെൻറ് അല്ല, ധനകാര്യ കമ്മീഷൻ കൊണ്ടുവന്നത് നെഹ്റു ഗവൺമെൻറ്റാണ്.
നെഹ്റു ഗവൺമെൻറ് ധനകാര്യ കമ്മീഷൻ കൊണ്ടുവരുമ്പം 100 രൂപയിൽ എത്ര രൂപയാണ് കേന്ദ്രത്തിന്, അതായത് ടാക്സുമായി ബന്ധപ്പെട്ട ഓരോ സംസ്ഥാനത്തും പിരിക്കുന്ന ടാക്സ്, ആ സംസ്ഥാനത്ത് പിരിക്കുന്ന ടാക്സിൻ്റെ എത്ര പെർസെൻറ്റേജാണ് കേന്ദ്രത്തിന്, എത്ര പെർസെൻറ്റേജാണ് സംസ്ഥാനത്തിന് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്ക്. അത് 59% ഒരു 41%. ഇതൊന്നും ഞങ്ങൾ കൊണ്ടുവന്നതല്ല. ദാറ്റ്സ് എ നമ്പർ 1. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 15ാം ധനകാര്യ കമ്മീഷൻ എടുത്ത 4 ഘടകങ്ങളുണ്ട്. ആ 15ാം ധനകാര്യ കമ്മീഷൻ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പിണറായി വിജയനുമായിട്ട് സംസാരിച്ചിട്ടല്ലേ തീരുമാനം എടുത്തത്? അന്ന് പിണറായി വിജയന് പറയാമായിരുന്നില്ലേ, ആഷ്മിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ, മിസ്റ്റർ വിജയ ഇത് കുഴപ്പമുണ്ടാവുന്നത്? ജനസംഖ്യ അടക്കമുള്ള 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ഡെവല്യൂഷൻ വരുന്നത്? 16ാം ധനകാര്യ കമ്മീഷന്റെ 3ാമത്തെ ചർച്ച കഴിഞ്ഞു അപ്പോൾ 2024 3 ചർച്ച കഴിഞ്ഞു. 15ാം ധനകാര്യ കമ്മീഷന്റെ 8 ചർച്ച കഴിഞ്ഞിട്ടാണ് ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ വരുന്നത്. ആ ശുപാർശയിൽ മോദി ഗവൺമെന്റിന്, മോദിക്ക് എന്ത് പങ്കെന്ന് അതാണല്ലോ. നരേന്ദ്രമോദിക്ക് എന്ത് പങ്ക്? നരേന്ദ്രമോദിക്ക് പങ്കുണ്ട്. നരേന്ദ്രമോദിയുടെ പങ്ക് നമ്മുടെ ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ അധ്യക്ഷൻ പറഞ്ഞിരുന്നു. ഞാൻ തീർക്കട്ടെ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചർച്ച നടക്കുന്ന സമയത്താണ് നമ്മളിത് പറയേണ്ടത്. എനിക്ക് കേരളത്തിന് 10 രൂപ കിട്ടുന്നതിൽ സന്തോഷമുള്ളൂ മിസ്റ്റർ ആഷ്മി. പക്ഷേ ധനകാര്യ കമ്മീഷന്റെ ചർച്ചയ്ക്ക് ആഷ്മി ഞാനും പോകുന്നില്ല. ധനകാര്യ കമ്മീഷന്റെ ചർച്ചയ്ക്ക് പോകുന്ന ആരാ? മുഖ്യമന്ത്രിയാ. ഈ ധനകാര്യ കമ്മീഷന്റെ ചർച്ചയ്ക്ക് പോകുമ്പോൾ 2016 ധവളപത്രം കയ്യിലില്ലേ? 2016 ധവളപത്രത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്ക്. 2016 ധവളപത്രത്തിൽ എന്താ എഴുതിയിരുന്നത്? വളരെ കൃത്യമായിട്ട് 2016 ധവളപത്രത്തിൽ പറയുന്നുണ്ട്. എന്ത്? 12, 13, 14 ധനക്കമ്മീഷനുകൾ കേരളത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. 2016 ധവളപത്രത്തിൽ ചെലവും നിയന്ത്രണത്തിലും തനതു വരുമാനം കൂട്ടുന്നതിലും കേരളം പരാജയപ്പെട്ടു. ധനകാര്യ കമ്മീഷന്റെ ചർച്ചയിൽ എന്റെ ഒരു ബേസിക് ചോദ്യം ഇത് സൂക്ഷിക്കണ്ടേ സാർ? എന്റെ ഒരു ബേസിക് ചോദ്യം, ശരി ഇത് ഫിനാൻഷ്യൽ കമ്മീഷൻ തീരുമാനിക്കുന്നതാണ് എന്ന് വെച്ചോ. എന്താണ് ഇപ്പൊ ഇന്ധനം, എന്താണ് പെട്രോൾ വില വർധനവിൽ കേന്ദ്രത്തിന് ഒരു റോളുമില്ല എന്ന് പറയുന്നത് പോലെ, ശരി ഓക്കെ, ഇത് 100% ഫിനാൻഷ്യൽ കമ്മീഷൻ തീരുമാനിക്കുന്നതാണെന്ന് വെക്കൂ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ, എന്താ അപ്പൊ ഇന്ധന വില വർധനവിൽ കേന്ദ്രത്തിൽ പങ്കുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ശരി, ഇന്ധന വില വർധനവിൽ കേന്ദ്രത്തിന് പങ്കില്ല എന്ന് പറയും മട്ടിൽ ഇതൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര ഫിനാൻസ് കമ്മീഷനാണ് എന്ന് തന്നെ വെച്ചോളൂ സി ബി ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ പുരോഗമിച്ച് അതിൽ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്തു. ഒന്ന്, നമ്മൾ താങ്കൾ നേരത്തെ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തൊക്കെ നമ്മൾ കേരളം ബഹുദൂരം മുന്നിൽ പോയി. 2, 3 നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ദേശീയ ശരാശരിയേക്കാൾ 60% മുകളിലേക്ക് പോയി. അത് കാരണം നമുക്ക് ഡെവല്യൂഷൻ കുറയുന്നു. അതൊന്നും ഇല്ലാത്ത കാരണം മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ ഡെവല്യൂഷൻ കൂടുന്നു. ആ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ കമ്മീഷൻ ആ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യം ന്യായമാണോ സി ബി ഗോപാലകൃഷ്ണൻ? പിന്നെ ന്യായമല്ലേ? ന്യായമാണ്. 15ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞത് കേരളത്തിന് പ്രത്യേക അല്ല, ന്യായമാണ്. അതായത് ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കൂ. 15ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കേരളത്തിനുണ്ടാക്കിയിട്ടുള്ളതല്ല. കേരളത്തിനും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ധനകാര്യ കമ്മീഷൻ. ആ ധനകാര്യ കമ്മീഷൻ എടുക്കുന്ന ഘടകങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളുമായി സംയോജിച്ചിട്ടും എല്ലാ സംസ്ഥാനങ്ങളുമായി സംസാരിച്ചിട്ടും എല്ലാ സംസ്ഥാനങ്ങൾക്കും വളർച്ച ഉണ്ടാവാനും വേണ്ടിയാണ്. പക്ഷേ താങ്കൾ പറഞ്ഞു അല്ല, വ്യക്തമായി ഞാൻ പറയുന്നത് നമ്മുടെ ഈ ജനസംഖ്യാ മാനകം എടുക്കുമ്പോൾ നമ്മൾ നേടിയ നേട്ടം കൊണ്ട്, നമ്മൾ പെർ ക്യാപിറ്റ ഇൻകത്തിൽ നമ്മൾ നേടിയ നേട്ടം കൊണ്ട്, നമ്മുടെ ആരോഗ്യ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാമൂഹ്യ, നമ്മുടെ ബാക്കി എല്ലാ മേഖലകളിലും നമ്മൾ നേടിയ നേട്ടം കൊണ്ട് ഡെവല്യൂഷൻ കുറയുന്ന മാനദണ്ഡം പുനഃപരിശോധിക്കണം എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത് നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞത് നടക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം. പക്ഷെ അത്തരത്തിലുള്ള ചിന്ത അത് പോസിറ്റീവ് ചിന്തയാണ്. അത് പോസിറ്റീവ് ചിന്തയാണ്. ഒരു തർക്കമല്ല, പോസിറ്റീവ് ചിന്തയാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. ഞാൻ അത് തന്നെ പറഞ്ഞു. ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഡെവല്യൂഷനിൽ മാറ്റം വരുത്തണമെങ്കിൽ ചർച്ച ചെയ്യണം. യാതൊരു സംശയവും. ആ രീതിയിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യണം. അത് തന്നെ ചർച്ച ചെയ്യുമ്പോ ഒരു സെക്കൻഡ് ഞാൻ നിർത്താം. പക്ഷെ ഇത് ചർച്ച ചെയ്യാൻ അല്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടാണ്. കാരണം ഞാൻ നേരത്തെ സമ്പത്ത് പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു വാക്ക് പറഞ്ഞോട്ടെ. സമ്പത്ത് പറഞ്ഞല്ലോ, സംസ്ഥാനങ്ങളുടെ കാര്യം. ഫെഡറൽ എന്റെ സമ്പത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിക്കുന്ന പ്രസ്ഥാനം ഏതാ, സംഘടന ഏതാ? BJP. BJP കേന്ദ്രത്തിലെത്തിയതേ ഓരോ സംസ്ഥാനങ്ങളും
അവരവരുടെ രീതിയിൽ വളർത്തി ഞങ്ങളുടെ മാനിഫെസ്റ്റോ വേണം നിങ്ങൾ പരിശോധിക്കണം. പക്ഷേ അത് മറ്റൊരു വിഷയമാണ് സാർ, അത് മറ്റൊരു വിഷയമാണ്. സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത് മറ്റൊരു വിഷയം, താങ്കൾ പറയുന്നത് മറ്റൊരു വിഷയമാണ്. അത് കുറച്ചൊരു വിശാലമായ ചർച്ച. ഇപ്പോൾ സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് വളരണ്ടേ, സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് വളരണ്ടേ? സ്റ്റാലിൻ ഇന്നലെ പറയുന്നത് സ്റ്റേറ്റ് ഓട്ടോണമിയിലെ കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് സംസ്ഥാനങ്ങൾ ശക്തിപ്പെടേ. അത് മറ്റൊരു വിശാലമായ ചർച്ച, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അപ്പോൾ ശ്രീ എസ് സമ്പത്ത് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണനും സംസ്ഥാന BJPയുടെയും താല്പര്യം അത് തന്നെയാണെന്നാണ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയ നേട്ടങ്ങളുടെ പേരിൽ നമ്മൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കരുത്, അല്ലെങ്കിൽ മറ്റൊരാൾ നേടാത്ത നേട്ടത്തിന്റെ പാപഭാരം നമ്മൾ അനുഭവിക്കരുത് എന്ന് തന്നെയാണ് BJPയുടെ ബി ഗോപാലകൃഷ്ണന്റെ നിലപാട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചർച്ചയുടെ ഒരു മാർഗ്ഗത്തിൽ അതിനെ ഇനി ഒന്ന് ഫോർമുലേറ്റ് ചെയ്താൽ മാത്രം മതി. അത് ചെയ്യുമോ സംസ്ഥാന സർക്കാർ? എല്ലാവരെയും കൂട്ടി ഹാഷ്മി, ഇപ്പോൾ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളുടേത്, അത് BJPയുടെ അഭിപ്രായം അത് വരട്ടെ ആ കാര്യത്തിൻ്റേത്. ഒരു കാര്യം ഉറപ്പായല്ലോ, കേരളത്തിൻ്റെ ഈ സമരപതാക ഇന്ന് കേരളം മുന്നോട്ട് വെച്ചതായ ഈ വിഷയങ്ങൾ കേരളം മാത്രം മുന്നോട്ട് വെച്ചതല്ല, ഇത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചതുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ നിന്ന് തന്നെ LDF 3 തവണ ഈ വിഷയങ്ങളുമായി മുമ്പോട്ട് വന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഇതേ വിഷയത്തിന് വന്നു എന്ന് മാത്രമല്ല, ഞാൻ ഈ വേളയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അന്തരിച്ചുപോയ ശ്രീ അരുൺ ജെയ്റ്റ്ലി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ചില വിഷയങ്ങൾ ഇതുപോലെ ഉണ്ടായപ്പോൾ AK ആൻ്റണി സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഞങ്ങൾ പാർലമെൻറ്റ് അംഗങ്ങൾ, LDF UDF പാർലമെൻറ്റ് അംഗങ്ങൾ എന്തിനു പറയുന്നു, അതിൽ BJPയുടെ നോമിനേറ്റഡ് അംഗം പോലും, ഇന്നിപ്പോൾ നോമിനേഷൻ ഇല്ലല്ലോ ആംഗ്ലോ ഇന്ത്യൻ, ആ നോമിനേറ്റഡ് അംഗം പോലും അത്തരത്തിൽ ഞങ്ങളോടൊപ്പം കൂടി ഈ വിഷയം അവതരിപ്പിക്കാനായി വന്നു. നമ്മുടെ നാടിൻ്റെ വിഷയം അത്തരത്തിലുള്ള പൊതുവിഷയങ്ങളിൽ വരുന്നതിൽ പിന്നെ രാഷ്ട്രീയമായ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഞാൻ ഖണ്ഡിക്കാനൊന്നുമല്ല ഈ കാര്യത്തിൽ, നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കാര്യത്തിൻ്റെ അതൊരു നമ്മളിതിൽ വർത്തമാനം പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത് കൂടുതൽ ആളുകൾക്ക് അത് വിജ്ഞാനപ്രദമാകട്ടെ. ഈ കാര്യത്തിൻ്റെ ഒരു ചർച്ചയിൽ അത് വരുമ്പോൾ ആ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചിട്ട് തന്നെ, രാഷ്ട്രീയം ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ. ഇപ്പോൾ ഞങ്ങൾ 3 പേരും ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വ്യക്തമായി രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഈ എല്ലാത്തിനെയും ഇങ്ങനെ ഈ പണ്ഡിറ്റ് നെഹ്റുവിനെ അടച്ചാക്ഷേപിച്ച് അത്തരം കാര്യത്തിൽ അദ്ദേഹമാണ് കാരണക്കാരൻ, അദ്ദേഹം നിർമ്മിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ അതൊക്കെ പറയുന്നത്, ഈ മഹാത്മാഗാന്ധിയെ ഇങ്ങനെ ചെറുതായി 3 വെടിവെച്ചപ്പോൾ മരിച്ചു പോയത് എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ അങ്ങനെ നമ്മൾ പറയുന്നത് ഉചിതമല്ല. ഞാനത് ബിക്കോസ് യു ആർ മൈ ലേണഡ് ഫ്രണ്ട്, മൈ ബ്രദർ, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഇതെന്താണെന്നറിയോ, ഇന്ത്യയുടെ ഭരണഘടനയിൽ ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ അധിക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കാലത്താണ് ധനകാര്യ കമ്മീഷൻ അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം പറയരുത് പ്ലീസ്. ആയിക്കോട്ടെ, ശരി. അങ്ങ് പറഞ്ഞത് അങ്ങനെ അല്ല എന്ന് അങ്ങ് പറയുന്നതിന്, അത് ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നതിന് ഞാനത് മുഖവിലേക്ക് എടുക്കുന്നു. അങ്ങയുടെ എല്ലാ ആദരവോടും കൂടി തന്നെ പറയട്ടെ, ഇന്ത്യയുടെ ഭരണഘടനയുടെ 12ാം ഭാഗത്തിൽ അനുച്ഛേദം 280 280 അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്. 280 അനുച്ഛേദം ധനകാര്യ കമ്മീഷൻ 1 281 ഈ ഭരണഘടനയുടെ പ്രാരംഭം മുതൽ 2 വർഷത്തിനകവും അതിനുശേഷം ഓരോ 5 വർഷത്തിൻ്റെയും അവസാനവും അല്ലെങ്കിൽ അതിനു മുമ്പ് ആവശ്യമാണെന്ന് രാഷ്ട്രപതി കരുതുന്ന സമയത്ത്, രാഷ്ട്രപതി സ്വാഭാവികമായും ആസ് പെർ ദി അക്കോർഡിംഗ് ടു ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണല്ലോ, കരുതുന്ന സമയത്ത് രാഷ്ട്രപതി നിയമിക്കുന്ന ഒരു അധ്യക്ഷനും മറ്റ് 4 അംഗങ്ങളും അടങ്ങുന്ന ഒരു ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതി ഉത്തരവ് വഴി രൂപീകരിക്കേണ്ടതാണ്. പിന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി, ധനകമ്മീഷൻ അത് ഭരണഘടനാപരമായ ചുമതലയാണ്, അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ല, ശ്രീമതി ഇന്ദിരാഗാന്ധി അല്ല, അതിന് VP സിംഗ് അല്ല, അതിന് ചന്ദ്രശേഖർ അല്ല, അതിന് രാജീവ് ഗാന്ധി അല്ല, ഇനി അത് ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ല, ഇടയ്ക്ക് ഗുൽസാൽ നന്ദ ഉൾപ്പെടെയുള്ളവർ ഞാൻ വിട്ടുപോയൊന്നും അല്ലെങ്കിൽ സമയച്ചുരുക്കം കൊണ്ടാണ്, ഇനി ശ്രീ നരേന്ദ്രമോദി അല്ല, ഇനി നാളെ മറ്റാരായിരുന്നാലും ഇത് ഭരണഘടനാപരമായ ഒരു ചുമതലയാണ്, ബാധ്യത എന്നല്ല ഞാൻ പറഞ്ഞത്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഇനി ഇതനുസരിച്ചുള്ളതിൽ യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അവർ ഇത്തരത്തിൻ്റെ ഈ ധനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഭരണഘടനയുടെ അനുച്ഛേദം 162 199 202 204 266 298
എന്നിവ സംബന്ധിച്ച് 7ാം ഷെഡ്യൂളിലും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി 43 എന്നിവയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. കേരള നിയമസഭ 2003 ആണ്ടിലാണ് കേരള ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പാസ്സാക്കുന്നത്. 2003 ആ നിയമപ്രകാരമാണ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ GDP-യുടെ ആ സ്റ്റേറ്റ് GDP സംബന്ധിച്ചുള്ളതിൻ്റെ 3.5 എന്നുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു. ഇപ്പോൾ ഇവിടെ ഹാഷ്മി ചോദിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ കഴിഞ്ഞ തലമുറയുടെയും അതിൻ്റെ മുമ്പുള്ള തലമുറയുടെയും അത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അഖിലേന്ത്യാ ശരാശരിയേക്കാൾ നമ്മുടെയെല്ലാം കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിച്ചു ഇല്ലേ? കോവിഡാനന്തരം ഇന്ത്യയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിച്ചോ കുറഞ്ഞോ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കോവിഡ് കാലത്തും കേരളത്തിൽ അത് നമുക്ക് കുറച്ചു കൊണ്ടുവരാനായി കഴിഞ്ഞു. UK-യുമായി മത്സരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മളെത്തി. ഇപ്പോഴും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട്? പണം കിട്ടാഞ്ഞിട്ടാ? അത് ചെലവഴിക്കാഞ്ഞിട്ടാ? അതോ വകമാറ്റിയത് കൊണ്ടാണോ? അതോ ആരെങ്കിലും അഴിമതി നടത്തിക്കൊണ്ടാണല്ലോ? അപ്പോൾ ഇത് കേരളം ഉൾപ്പെടെയുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഞാൻ നോർത്ത് സൗത്ത് ഡിവൈഡിൻ്റെ കാര്യത്തിലല്ല, കാരണം അത് അങ്ങനെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞിരുന്നാലും ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വന്ന ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള ആയാലും അവിടെ മാനായിരുന്നാലും അതല്ല കേജ്രിവാൾ ആയിരുന്നാലും അവരാരും മലയാളികളല്ല, തെക്കേ ഇന്ത്യക്കാരല്ല. ഇതൊരു നോർത്ത് സൗത്ത് ഡിവൈഡിൻ്റെ അല്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവരുടെയും ഗുജറാത്ത് മുതൽ അങ്ങേയറ്റം ഈ മണിപ്പൂർ വരെയുള്ളവർ ആ ജനതയുടേതായ വിഷയമാണ്. സംസ്ഥാന സർക്കാരുകളെ വിശ്വാസത്തിലെടുക്കണം. സംസ്ഥാന സർക്കാരുകളുമായി ആശയവിനിമയം നടക്കണം. ഭരണഘടനയിൽ തന്നെ മുഖ്യമന്ത്രിമാർ അംഗങ്ങളായിട്ടുള്ളൊരു ദേശീയ സമിതി ഉണ്ട്, അറിയാമല്ലോ. 6 മാസത്തിലൊരിക്കൽ കൂടേണ്ടത് ആ ദേശീയ സമിതി. നമ്മൾ എത്ര തവണ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം കൂടിയിട്ടുണ്ട്? എന്താണ് ഇന്ത്യ ഗവൺമെൻറ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്? അത് ഈ ഗവൺമെൻറ് മാത്രമല്ല, ഞാൻ മുമ്പും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ കൃത്യമായി കുറച്ചെങ്കിലും കൂടാൻ കഴിഞ്ഞത് VP സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ്. അതുകൂടി നേരത്തെ ചോദിച്ചു, ഈ ധനകാര്യ കമ്മീഷൻ ഈ മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ചോദിച്ചുകൊണ്ടല്ലേ അപ്പോൾ പറയണ്ടേ ഈ ജനസംഖ്യ ഇത്തരത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഇങ്ങനെ മാനകമാക്കിയാൽ നമുക്കിട്ട് പണി കിട്ടും എന്ന് നമ്മൾ അറിയാവുന്ന നമുക്കല്ലേ, അറിയേണ്ടവർ നമ്മളല്ലേ? അതെ, അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ആ ചോദ്യം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇത് സംബന്ധിച്ച് അവരുമായിട്ടുള്ള എല്ലാ കൂടിയാലോചനകളിലും ആ കൺസൾട്ടേഷനുകളിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് നമ്മുടെ ധനകാര്യമന്ത്രി മുൻ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിയോജിപ്പുണ്ടാകണമായിരുന്നു. ശരിയാ, തെറ്റാണെന്നാണ് എനിക്കറിയില്ല, എനിക്ക് അതിന്റെ രേഖകൾ ഞാൻ ആഷ്മയെ അങ്ങനെ ഒരു വിയോജിപ്പ് വന്നാൽ അത് കേരളത്തിൽ അറിയപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു വിയോജിപ്പ് വന്നാൽ അത് ഇന്ത്യയിൽ അറിയപ്പെടേണ്ടതാണ്. ചാനലുകൾ പോലും അത് അറിയപ്പെടേണ്ടത് ആഷ്മിക്ക് പോലും ഞാനത് മിണ്ടല്ല. അതല്ലാന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെന്താ കാര്യം? ഈ സംസാരിക്കാൻ പറഞ്ഞോ സമ്പത്ത് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നില്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അല്ല, എന്നെ ഒന്നും അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡേ ഉള്ളൂ. ഇതല്ലേ അവിടെ ഞാൻ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 280 തന്നെ ഇത്തരത്തിൽ ഈ പറയുന്നതിൽ കൂടെ ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. അത് ഈ കമ്മീഷൻ അന്തിമമായി തീരുമാനമെടുക്കുന്നത്, അപ്പോൾ അത് മുഴുവൻ വായിക്കാത്തതെന്താണെന്നറിയോ? സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ്. നിർദ്ദേശങ്ങളെ പറയാൻ പറ്റൂ, കൂടിയാലോചനയിലേ പറയാൻ പറ്റുള്ളൂ, കത്തുകളെ അയക്കാൻ പറ്റുള്ളൂ. തീരുമാനമെടുക്കുന്നത് ധനകമ്മീഷനാണ്. ധനകമ്മീഷൻ തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? ധനകാര്യ കമ്മീഷൻ അത് PMOയിൽ നിന്ന് കൊടുക്കുന്ന അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ്. അത് ഭരണഘടനയിൽ പറയുന്നില്ല. ധനകാര്യമന്ത്രി നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ്. അത് ഭരണഘടനയിൽ പറയുന്നില്ല. അതെല്ലാം ഓഫ് ദ റെക്കോർഡാണ്. മുമ്പ് ഒരു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു 50% വീതം ഇന്ത്യ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളുടെയും നികുതി വിഹിതം അതിൽ ആ ഷെയർ വരണം. അതേ മുഖ്യമന്ത്രി വേറൊരു കാര്യം പറഞ്ഞു. അതേ മുഖ്യമന്ത്രി ഞങ്ങൾ അങ്ങോട്ട് പിരിച്ചു തരുന്ന തുകയുടെ ആനുപാതികമായി ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു തരുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്ത 3 മാസത്തേക്ക് ഇങ്ങോട്ടേക്ക് പിരിക്കാൻ വരണ്ട, ഇവിടെ ഒന്നും അങ്ങോട്ട് തരുന്നില്ല, അവിടെ ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്നും പറഞ്ഞു അതേ മുഖ്യമന്ത്രി. ഇന്ന് വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലേ രാജ്യത്തിന്റെ അഖണ്ഡത, തീവ്രവാദം എന്തൊക്കെ ആരോപണം കേൾക്കേണ്ടി വരുമെന്ന് അറിയോ? ജ്യോതികുമാർ ചമക്കാല എന്നാണ് അന്ന് ധനകാര്യ കമ്മീഷനോട് അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടു 50% നികുതി വിഹിതം വേണമെന്ന് ആവശ്യപ്പെട്ട ആ മുഖ്യമന്ത്രി മാസങ്ങൾക്കിപ്പുറം പ്രധാനമന്ത്രി ആയപ്പോൾ 42% 33% കുറയ്ക്ക് എന്ന് പോയി പറയുന്നതും വൈവി റെഡ്ഡി അത് നിരാകരിക്കുന്നതും ഒക്കെ അടുത്ത കാലത്താണ് പറഞ്ഞത്. അത് മാത്രമല്ല, സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസിന്റെ വേദിയിലെ അതേ പ്രസംഗത്തിൽ ഇന്നത്തെ നീതി ആയോഗ് അധ്യക്ഷൻ പറയുന്നു, ഫെഡറൽ ബജറ്റുകൾ ആർ കവേർഡ് ഇൻ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് അറ്റംപ്റ്റ് ടു കവർ ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ബജറ്റിൽ കൺകെട്ട് കാണിച്ച് രാജ്യത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥ രാജ്യം അറിയിക്കാതിരിക്കാൻ കള്ളത്തരം കാണിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഹിൻഡർബർഗ് പോലെയുള്ള ഏജൻസികൾ അന്വേഷിച്ചാൽ ചെമ്പ് തെളിയുമെന്ന് പറയുന്നത് അന്ന് PMO ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന
ലൈസൺ ഓഫീസറായിരുന്ന ഇന്നത്തെ നീതി ആയോഗിൻ്റെ സെർവിങ് CEO ആണ്. ഈ നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ അല്ലെങ്കിൽ എന്താണ് ഡെവല്യൂഷൻ്റെ കണക്കുകൾ വേർതിരിച്ച് പറഞ്ഞ ആർജവത്തിൻ്റെ 10 ആർജവത്തിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം ഞെട്ടൽ ആ വിഷയത്തിൽ കണ്ടില്ല കേട്ടോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല അന്നും. ഹാഷ്മി, ഇവിടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? താങ്കളുടെ ഒരു ഇൻട്രോയ്ക്ക് അനുസരിച്ച് ആര് സംസാരിക്കുന്നു അവർക്ക് എന്തും സംസാരിക്കാം. താങ്കൾ ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ചർച്ച ഒന്ന് മനസ്സിലെത്തി കേൾക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നോക്കൂ, ഞാൻ കർണാടകയിൽ പോപ്പുലറിസ്റ്റിക് ആയിട്ടുള്ള ചില സ്കീമുകൾ അവതരിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ ആരംഭിച്ചപ്പോൾ തന്നെ താങ്കൾ അതിലേക്ക് ഇടപെടുന്നത് ഞാൻ കണ്ടു. പക്ഷേ നമുക്ക് ഭരണഘടനയിലെ ഒരു 5 ആർട്ടിക്കിളെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ സമയത്തിനുള്ളിൽ ശ്രീ സമ്പത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് കണ്ടു. നമ്മളത് കേട്ടിരിക്കുകയും ചെയ്തു. നമുക്ക് തർക്കമില്ല. ഞാൻ അതിലേക്ക് തർക്കിച്ച് സമയം കളയാനും ഞാനില്ല. താങ്കൾ ഇത് കഴിഞ്ഞതിന് ശേഷം താങ്കൾ ഒന്ന് കേൾക്കുക. ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഞാൻ ശ്രീ സമ്പത്ത് പറഞ്ഞതിനോട് പരിപൂർണമായും ചില കാര്യങ്ങൾ യോജിക്കുന്നു. ഞാൻ അതെടുത്ത് പറയാം. ഞാൻ അദ്ദേഹത്തിനോട് GST കോമ്പൻസേഷൻ നീട്ടണമെന്നതിനെ സംബന്ധിച്ചോ ഡെവല്യൂഷനെ സംബന്ധിച്ചോ പിന്നെ നമുക്ക് ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടുന്നതിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞതിന് അദ്ദേഹം എതിർത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം അനുകൂലിക്കുന്നു എന്ന് വേണം ഒരു പരിധിവരെ കണക്കാക്കാൻ. ഏതായാലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധ്യതകൾ സംസ്ഥാന സർക്കാരുകൾ കൂടുതലുണ്ടായി. ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ശരിയാണ്, കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധ്യതകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കടമെടുപ്പിനുള്ള പരിധി 5% ഉയർത്തി തന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ശരിയാണ്. FRBM ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് 3% 5% കൂട്ടി തന്നിട്ടുണ്ട്. ഇപ്പോൾ 3.5 ആണ്. ആ 3.5ലേക്ക് നിൽക്കുന്നത് പോലും നമ്മൾ പിന്നെ ഇലക്ട്രിസിറ്റിയുടെ മേഖലയിൽ വൈദ്യുതി രംഗത്ത് നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തണം, പ്രീപെയ്ഡ് മീറ്റർ ഉൾപ്പെടെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളത് 3% ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ആ സമയത്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതിന് ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു പ്രോജക്റ്റ് ഗ്രാൻറ്റുകൾ നേരത്തെ 80-20 റേഷ്യോയിലായിരുന്നു, 75-25 ആയി, പിന്നീട് അത് 60-40 ആയി, ഇപ്പോൾ 40-60 ആകുന്നു. ശരിയാണ്. അത്തരത്തിലുള്ള നിലപാടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മാറ്റേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ 100% ശ്രീ സമ്പത്തിനോട് യോജിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും ഒരു ഗ്രാൻറ്റിൻ്റെ തന്നതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മുടെ PHCകൾക്ക് അവർ പറയുന്ന പേര് കൊടുക്കണമെന്ന് പറയുന്നതോ നമ്മുടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാക്കുന്ന വീടുകൾക്ക് ആ പേര് കൊടുക്കണമെന്ന് പറയുന്നതോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ എതിർത്തത് ഈ സംസ്ഥാനത്തിൻ്റെ ഇത്തരത്തിലുള്ള വിഹിതങ്ങളെ സംബന്ധിച്ച് അവർ പറയുന്ന കള്ളക്കണക്കുകളെ കുറിച്ചാണ്, ഇല്ലാത്ത കണക്കുകൾ ഊതിപ്പെരുപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഇനി നിങ്ങൾ 3 പേരും തമ്മിൽ തർക്കിച്ച ഒരു വിഷയമുണ്ടല്ലോ. നിങ്ങൾ 3 തർക്കിച്ച വിഷയം എന്താണ്? ഇവിടെ പോപ്പുലേഷൻ ഇൻഡെക്സ് നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രാൻഡ് ലഭിക്കുന്നതിന് ഡിവിസി പൂളിൽ നിന്ന് പൈസ ലഭിക്കുന്നതിന് കണക്കാക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ച് നിങ്ങൾ 3 പേരും പറഞ്ഞത് അതിനെ സ്വാഭാവികമായിട്ടും ആ രീതി മാറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് 4 പേർക്കും തർക്കമില്ല. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് ഡിസ്കഷനിലേക്ക് വന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുമ്പോൾ ഇതിലെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. നേരത്തെ തന്നെ ഈ ഇൻഡെക്സ് ഇത്തരത്തിൽ ഡിവിസീവ് പൂളിൽ നിന്നും ഓരോ സ്റ്റേറ്റിനും ഇത്തരത്തിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു പാരാമീറ്റർ അഥവാ ഈ ഒരു ഇൻഡെക്സ് അതിലുണ്ടായിരുന്നപ്പോൾ 15ാമത്തെ ധനകാര്യ കമ്മീഷൻ അത് പരിഗണിക്കുന്നത് വരെ 15ാം ധനകാര്യ കമ്മീഷൻ അത് പരിഗണിക്കുന്നത് വരെ നമുക്ക് അത് ഉപോത്ബലകമായി എടുത്തിരുന്ന സെൻസസ് അഥവാ നമ്മുടെ ജനസംഖ്യ പിന്നെ ക്രമം അഥവാ നമ്മുടെ ജനസംഖ്യാ അനുപാതം അത് 1971 ജനസംഖ്യയായിരുന്നു. 2011 ജനസംഖ്യയാണ് 2015 15ാം ധനകാര്യ കമ്മീഷൻ 2011 പിന്നെ സെൻസസിന്റെ ഭാഗമായിട്ടുള്ള ജനസംഖ്യയാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്കൊരു വലിയ സെറ്റ് ബാക്ക് ഉണ്ടായത്. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായും അത്തരത്തിൽ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മളെ പീനലൈസ് ചെയ്യുന്നത് ശരിയല്ല, ഒരു തർക്കവുമില്ല. പക്ഷേ അത് മറ്റൊരു ഭാഗത്ത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഡെമോഗ്രാഫിക് ഇൻഡെക്സിൽ നമുക്കത് കൂടുന്നുമുണ്ട്. അങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നു, ഹെൽത്ത് മേഖലയിൽ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പോപ്പുലേഷൻ്റെ മേഖലയിൽ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മളെ പീനലൈസ് ചെയ്യാൻ പാടില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന ആസ്പെക്ട് എന്താണ്? ഇനി പുറകിൽ നിൽക്കുന്നവരെ മുമ്പോട്ട് വരട്ടെ എന്നുള്ളതുകൊണ്ട് അവർ അങ്ങനെ കൊടുക്കുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മളാ പീനലൈസ് ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ 3 പേരും പറഞ്ഞതിനോട് യോജിക്കുന്നു. അത്തരത്തിൽ നമുക്ക് ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല, ഒരു തർക്കവും വേണ്ട. പിന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് BJP ഇതര മുഖ്യമന്ത്രിമാരെല്ലാം വലിയ കുഴപ്പക്കാരാണെന്നാണ്. പക്ഷേ ഇതിൽ ആരെങ്കിലും അങ്ങോട്ട് മാറി ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാം പിറ്റേന്ന് മിടുക്കന്മാരാകും. ഹേമന്ത് ബിശ്വാസ് ഉൾപ്പെടെ ഒരുപാട് പേർ, അജിത് പവാർ ഉൾപ്പെടെ അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന്റെയൊക്കെ പ്രശ്നക്കാരൻ നെഹ്റു ആണെന്ന് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ താങ്കൾ എതിർക്കുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷേ എതിർത്തത് സമ്പത്താണെന്ന് മാത്രം. താങ്കൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എതിർക്കുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷേ എതിർത്തത് സമ്പത്താണ്. അത്രേ ഉള്ളൂ. പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. അവസാന സമയം ആയതുകൊണ്ടാണ്. അല്ലല്ല, പ്ലീസ് അങ്ങനെ പോരെ, അങ്ങനെ പറയാ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ സമ്പത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് വില കൽപ്പിക്കുന്നില്ല. ഞാൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് വില കൽപ്പിക്കുന്നില്ല. ഇവിടെ ശ്രീ ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ചും അദ്ദേഹം എടുത്തിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചും ഇവിടെ ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കറും പിന്നെ അതുപോലെ തന്നെ ഭരണഘടനാ ശില്പികളാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ കുഴപ്പങ്ങൾക്ക് കാരണമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെ ഉള്ളൂ. ജവഹർലാൽ നെഹ്റുവാണ് ഈ പറയുന്ന 15ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കുറവുണ്ടായപ്പോൾ അതിന്റെ കാരണക്കാരൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയുന്നതും ഭരണഘടന ഉണ്ടാക്കിയവരാണ് ഈ രാജ്യത്തിന്റെ എല്ലാ കുഴപ്പങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് ഒരുപോലെ ഉള്ളൂ. അത് കേൾക്കുന്നവരെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് അവർ
പരമ പുച്ഛത്തോടുകൂടി ഓക്കേ, ചമക്കല ശ്രീ- ശരി. മനസ്സിലായി. താങ്കൾ കൃത്യം പറഞ്ഞു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞ അവസരം പെട്ടെന്ന് പൂർത്തിയാക്കും. സമയമുണ്ടെങ്കിൽ ചോദിക്കുന്നത് GST കോമ്പൻസേഷൻ ഇനി കിട്ടാനുണ്ട് എന്ന് പറയുന്നത് തെറ്റല്ലേ? കിട്ടിയാൽ കൊള്ളാം എന്നല്ലേ അതിൻ്റെ ന്യായമായ കാര്യം? ഡെവല്യൂഷനും അതുപോലെ തന്നെ ഡെഫിസിറ്റ് ഗ്രാൻറ്റും നമുക്ക് കുറഞ്ഞോ കൂടിയോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തർക്കമുണ്ടോ? സ്വാഭാവികമായിട്ട് കടമെടുപ്പ് പരിധിയിൽ അത് കിഫ്ബിയും അതുപോലെ തന്നെ നമ്മുടെ പെൻഷന് വേണ്ടിയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും അതിൻ്റെ പരിധിയിൽ വരുമെന്ന് വളരെ മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞിരുന്നതല്ലേ? ഇപ്പോൾ അതിൽ പിടിക്കപ്പെട്ടപ്പോൾ മാത്രം നിങ്ങൾ കേന്ദ്രത്തെ കുറ്റപ്പെടുന്നതിൽ കാര്യമുണ്ടോ? ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ അത് 14ഉം 15ഉം തമ്മിലല്ലേ താരതമ്യം ചെയ്യേണ്ടത്? 10ാമത്തെ ധനകാര്യ കമ്മീഷനും 15ാം ധനകാര്യ കമ്മീഷനും പോയ കാലം ഒരുപാട് ചർച്ച ഞാൻ അവിടെ ഇടപെടുന്നു. സിബി ഗോപാലകൃഷ്ണൻ, ഞാൻ ഇപ്പോൾ എനിക്കൊരു വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നു. എനിക്ക് ആ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം മാത്രമേ ഉള്ളൂ. ഞാനൊരു ബസ്സും കത്തിച്ചിട്ടില്ല, ഒരു ഓഫീസും കത്തിച്ചിട്ടില്ല. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനായി താങ്കൾ വന്നിരുന്ന് രാഷ്ട്രീയ മൂന്നാംകട എന്നൊക്കെ പറയുന്നത് ശരിയല്ല. താങ്കൾ വിമർശനം മറുപടി പറഞ്ഞോളൂ. അത് പോട്ടെ, അത് താങ്കളുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് അത് ഞാൻ വിട്ടു, അത് കേട്ടവർക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പറയാൻ വന്നത് ഈ നെഹ്റുവിൻ്റെ കാര്യത്തെക്കുറിച്ച് പരമപുച്ഛത്തോടെ അത് തള്ളുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ധനകാര്യ കമ്മീഷൻ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ധനകാര്യ കമ്മീഷനാണ് ഈ തീരുമാനം എടുത്തത്. ഒരു സംസ്ഥാനത്തിൻ്റെ ചെലവിൽ അവിടെ നിന്ന് ടാക്സ് പിരിക്കുന്നുണ്ടെങ്കിലും അതിലെ 57% സംസ്ഥാനം വഹിക്കണമെന്നും 33% മറ്റേ മാത്രമേ സംസ്ഥാനത്തിന് കിട്ടുകയുള്ളൂ എന്നുള്ളത് അന്നത്തെ ധനകാര്യ കമ്മീഷന്റെ തീരുമാനമാണ്. അത് നരേന്ദ്രമോദി കൊണ്ടുവന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ധനകാര്യ കമ്മീഷൻ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നതല്ലേ? അല്ലേ? നിങ്ങൾ സാമ്പത്തികമായിട്ട് ഈ കാര്യത്തെപ്പറ്റി പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന്. രണ്ടാമത്തെ കാര്യം, ജനസംഖ്യ എന്ന് പറയുന്നത് ഇനി മുതൽ 2011 എടുക്കുക, അല്ല അതിന് മുമ്പുള്ളത് എടുക്കുമോ? 2011 സെൻസസ് പ്രകാരമാണ് ഇനി എല്ലാ കാര്യം വരാൻ പോണത്. അടുത്ത ജനസംഖ്യ വരാൻ പോവാ, അടുത്ത സെൻസസ് എടുക്കാൻ പോവാ. അപ്പം നമുക്ക് ഈ സെൻസസ് പറ്റില്ല. 1947 സെൻസസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കണ കാര്യമാണോ? അപ്പം അതൊന്നും നടക്കില്ല. മൂന്നാമത്തെ കാര്യം, സമ്പത്തിനോട് എനിക്ക് വളരെ അടുത്ത സുഹൃത്തൊക്കെയാണ്, വളരെ നല്ല താല്പര്യമുണ്ട്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിപ്പിച്ചു. പക്ഷേ ആ 250 കോൺസ്റ്റിറ്റ്യൂഷനിലെ 250 സെക്ഷനിൽ ആ ഫിനാൻസ് കമ്മീഷനിലെ 3A പറ, ദ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്, ദ നെറ്റ് proceeds of taxes which are to be or may be divided between them under this chapter and the allocation between the state and respective share of such proceeds. അപ്പോൾ ഇത് വരുമ്പോൾ ഈ 15ാം ധനകാര്യ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അത് ഗവൺമെന്റിന്റെ മാത്രമല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനമാണ് നടപ്പാക്കുന്നത്. അതിന് നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് കയറി ജന്തൻ മന്ദിറിൽ സമരം ചെയ്തതുകൊണ്ട് എന്ത് കാര്യം? ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനകാര്യ കമ്മീഷനിലേക്ക് പോയി 43% താഴ്ത്തുന്നൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു കേട്ടോ. വൈവരോട് പോയി പണിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സെസ്സും സർചാർജ് ഏർപ്പെടുത്തിയതിന് മോളിൽ കയറി. പോട്ടെ, നമുക്ക് സമയമില്ല. നീന്തൽക്കുളം ഉണ്ടാക്കുമ്പോൾ പെൻഷൻ മേടിക്കുമ്പോൾ, കടം മേടിച്ചു പെൻഷൻ കൊടുക്കുമ്പോഴും, കടം മേടിച്ച് ശമ്പളം കൊടുക്കുമ്പോഴും കേന്ദ്രത്തിന്റെ കടോത്രം ചോദിക്കേണ്ടി വരും. സമയമില്ല. ശരി, അപ്പൊ കേന്ദ്രത്തിന്റെ കടോത്രം ചോദിക്കേണ്ടി വരും. അപ്പൊ സമയം തരില്ല. കടം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കടം കൂടിയതാ മിസ്റ്റർ. കേന്ദ്രത്തിന്റെ കടം എന്ന് പറഞ്ഞാൽ അത് കേരളം അടക്കമുള്ള സംസ്ഥാനത്തിന്റെ കടവാ, അല്ലാതെ കേരളവും കേന്ദ്രവും രണ്ട് സംസ്ഥാനമല്ല. അത് തന്നെയാണ് നമ്മുടെ ചർച്ചയോട് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. യൂണിയൻ ഗവൺമെന്റിന്റെ കടം, ആ ധനക്കമ്മി 6.4, കേരളത്തിന്റെ ധനക്കമ്മി 2.5. ഈ കള്ളം പറയാനുള്ളത് തന്റെ മൗലികാവകാശമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരോട് വാസ്തവത്തിൽ നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്തായാലും താങ്കൾ ഭരണഘടന പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നന്നായി. കാര്യം ഭരണഘടന തന്നെയാണ് നമുക്ക് ആശ്രയം. അത് തന്നെയാണ് നമ്മൾ നെഞ്ചോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. നമ്മൾ എന്തായാലും ആ ചർച്ചയിലേക്ക് കൂടുതൽ വരേണ്ടി വരും. കാര്യം ഈ പറഞ്ഞ ജനസംഖ്യാടിസ്ഥാനത്തിൽ നമ്മൾ നേടിയ നേട്ടത്തിന്റെ പേരിൽ നമുക്ക് ഡെവല്യൂഷൻ കുത്തനെ കുറയുക എന്ന് പറയുന്നത് അനീതിയാണ്. ആ നീതി ഇന്ന് ഡൽഹിയിൽ വളരെ കൃത്യമായി തന്നെ അവിടെ സമരത്തിന്റെ രൂപത്തിൽ പറയാൻ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കായി സമരത്തിന് അഭിവാദ്യങ്ങൾ.